എല്ലാം പ്രിയപ്പെട്ട റൂബി, ഗോപകുമാർ സാറിനെയും ഒപ്പം നമ്മളുടെ എല്ലാവരുടെയും ലവിങ് ലീഡർ, എന്ത് കാര്യത്തിനും നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നമ്മളുടെ ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള ഗ്രേറ്റ് ഗുരു CR നാരായണമൂർത്തി സാറിനെ, സ്റ്റാർ റൂബി CR നാരായണമൂർത്തി സാറിനെ പ്രത്യേകം താങ്ക് യു പറയുന്ന സാറിന്. അപ്പം ഇവിടെ നമ്മൾക്ക് എല്ലാ ഗൈഡൻസും തന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ റൂബിമാരായിട്ടുള്ള ബിനു സാറിനെയും അതുപോലെ ഗോപകുമാർ സാറിനെയും നമ്മളുടെ രഞ്ജിത്ത് സാറിനെയൊക്കെ പ്രത്യേകം സ്മരിക്കുന്നു. സ്റ്റാർ എമറാൾഡ് ആയിട്ടുള്ള ഗിരീഷ് സാറിനെ, ഇവിടെ വെൽക്കം ചെയ്ത ബാബു MT സാറിനെ, എല്ലാവരെയും പ്രത്യേകം സ്മരിക്കുന്നു. ഒപ്പം എല്ലാ എമറാൾഡ്, ഡോക്ടർ രാജൻ സാറ്, വിജയരാജ് സാറ്, എല്ലാവരെയും പ്രത്യേകം ഓർത്തുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഒപ്പം ഞാൻ ആദ്യം തന്നെ എന്റെ അച്ഛനാണ് നന്ദി പറയണേ. മേരി ബേട്ടി മേരി അഭിമാൻ അല്ലെ, എന്റെ അച്ഛനിപ്പോ ഇത് എന്നെ പറ്റി അഭിമാനിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറൊന്നുമല്ല, അച്ഛൻ തന്നൊരു അവസരമാണ് ഞാൻ ഇപ്പൊ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് എനിക്ക് എന്റെ അച്ഛനാണ്. അപ്പൊ അതുകൊണ്ട് അച്ഛന് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. അപ്പൊ സാറ് ഇവിടെ പറഞ്ഞു, ഒരുപാട് നാളായിട്ട് RCMൽ ഞാനുണ്ട്. ഞാൻ വന്നത് എന്റെ അച്ഛന്റെ കൈ പിടിച്ചാണ്. അച്ഛന്റെ മകളായിട്ട് RCMലേക്ക് വന്നു. RCMനെ മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, എനിക്കൊരു വെഡിങ് ഗിഫ്റ്റ് പോലെ 2013 എന്റെ അച്ഛൻ എനിക്ക് ഒരു ഐഡിയ എടുത്തു തന്നു. എന്റെ ഫാമിലി ഫുള്ള് RCMലേക്ക് അച്ഛൻ ജോയിൻ ചെയ്യിപ്പിച്ചു. പക്ഷെ ഇതിന്റെ അവസരം എന്താണെന്നുള്ളത് അന്ന് മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ ഇന്ന് അതിന്റെ ആ ഒരു മധുരം എന്താണെന്ന് ഞാൻ എന്റെ ലൈഫിൽ ഞാനിപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇതിന്റെ അവസരങ്ങൾ, RCMന്റെ അവസരങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഞാൻ RCMലേക്ക് കടന്നു വരാനുണ്ടായിരുന്ന കാരണം, എനിക്കറിയില്ല എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടെങ്കിലും മുന്നേ കേട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ എങ്കിലും ഞാൻ പുതിയതായിട്ടുള്ള ഒരാളെങ്കിലും ഉണ്ട് എന്നാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് പറയണേ. കാരണം ഇത് ഒരു ബിസിനസ് ആയിട്ട് കരുതിയല്ല ഞാൻ RCMലേക്ക് വന്നത്. ഞാന് ഇപ്പൊ നിലവില് ഒരു സീനിയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. എന്നെ സാർ പരിചയപ്പെടുത്തി, രമ്യ രതീഷ് എന്നാണ് പേര്. ആലുവ, എറണാകുളത്താണ് ഇപ്പോ താമസിക്കുന്നത്. ഇതിനു മുന്നേ കോളേജിൽ വർക്ക് ചെയ്തിരുന്നു. ഡേ കെയർ തുടങ്ങി വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഡേ കെയറിൽ തുടങ്ങി, പിന്നീട് കോളേജില് യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. രവിപുരത്ത് IAMS കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എബ്രോഡ് പോയി അവിടെ കുറച്ച് നാളുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. കുറച്ച് നാള് ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം സീനിയർ സെക്കൻഡറി സ്കൂളിലേക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ടീച്ചിങ് ഫീൽഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു, എൻ്റെ ഒരു പാഷനാണ് ടീച്ചിങ്. അപ്പൊ അതുകൊണ്ട് ടീച്ചിങ്ങിലാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. എന്റെ മാരേജ് കഴിഞ്ഞ് കുട്ടികളില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവണ സമയം വരെ ഞാന് ഇതിനെപ്പറ്റി വന്നു, അതായത് RCMനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരേ മാറ്റങ്ങൾ വരുന്നത് ചിലപ്പോൾ ചില ടേണിംഗ് പോയിന്റുകൾ കൊണ്ടായിരിക്കും. 2010 തുടങ്ങിയ RCMൽ റൈസ് ബ്രാൻ ഓയിൽ വരുന്നുണ്ട്. വീട്ടില് വന്ന് അച്ഛനും അമ്മയും റൈസ് ബ്രാൻ ഓയിൽ കുടിക്കണ കാണുമ്പോൾ ഞാൻ അവരെ കളിയാക്കും. കാരണം ഓയിലൊക്കെ കുടിക്കാൻ നമുക്ക് പറ്റുമോ? ഓയിലൊന്നും കുടിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. എസ്പെഷ്യലി കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛനും അമ്മേനെയൊക്കെ കളിയാക്കിക്കൊണ്ട് പോകും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. അങ്ങനെ കോളേജിൽ പോയി അവിടെ ചെന്ന് ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കും. ഇതെല്ലാത്തിന്റെയും സൈഡ് എഫക്ട് വന്നു തുടങ്ങിയത് കല്യാണം കഴിഞ്ഞ് കൺസീവ് ആവാനായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ്. കുട്ടികളില്ലാതെ ഇരുന്നുകൊണ്ട് ഒരുപാട് ട്രീറ്റ്മെന്റിൽ ഞാൻ പോയി, ഒരുപാട് ആസ്പത്രികളിൽ കയറി ഇറങ്ങി. പക്ഷെ ഒരു ഫലം ഉണ്ടായിരുന്നില്ല. അവസാനം ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അലോപ്പതി മെഡിസിൻസിന്റെ സൈഡ് എഫക്ട് കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഞാൻ വീണു. അതിൽ ഫസ്റ്റ് വന്നതാണ് തൈറോയിഡ്. കാരണം പീരീഡ്സ് നോർമൽ ആവാനായിട്ടുള്ള മരുന്ന് കഴിച്ചു. അപ്പോ പീരീഡ്സ് റെഗുലർ ആവാനായിട്ടുള്ള മരുന്ന് കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് തൈറോയിഡ് വന്നു. തൈറോയിഡ് വരണതിന്റെ ഒപ്പം തന്നെ എനിക്ക് PCOD മാറാൻ വേണ്ടിയിട്ട് തന്ന മെഡിസിൻ ഹൈഡ്രോക്ലോറൈഡ് മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ആയിരുന്നു. ആ ടാബ്ലറ്റ് ശരിക്കും കഴിച്ചിരുന്നേച്ചെങ്കിൽ ഞാനിപ്പോ ചുമരിൽ വല്ല പടമായിട്ടിരുന്നേനെ. കാരണം അത് എനിക്ക് തന്ന ടാബ്ലറ്റ് 500 mg ഹൈഡ്രോക്ലോറൈഡ് മെറ്റ്ഫോമിൻ ടാബ്ലറ്റ് PCOD നോർമൽ ആവാൻ ഇപ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന മരുന്നാണ്. ഹൈഡ്രോക്ലോറൈഡിന്റെ തന്നെ വേറെ വെർഷൻ, മെറ്റ്ഫോമിൻ അല്ല മെറ്റ്ഫോമിൻ, പക്ഷെ ഇന്ന് ബാൻ ചെയ്തു. അത് അന്ന് ഞാൻ കഴിച്ചില്ല. അന്ന് ഞാൻ കഴിക്കാതിരുന്നതിന്റെ കാരണം ഡോക്ടർ രാജൻ സാറാണ്. അദ്ദേഹത്തിന് ഞാൻ എന്നും നന്ദി പറയും. കാരണം എന്നെ എന്റെ ലൈഫില് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണക്കാരനാക്കിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ രാജൻ സാർ. എന്റെ ലൈഫില്
ഒരു ആരോഗ്യ പ്രശ്നത്തില് ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോ, കാരണം തൈറോയ്ഡ് ഒക്കെ വരുന്ന ഒരു വ്യക്തി ഒരിക്കലും അതിൽ നിന്ന് റിക്കവർ ആവില്ല. കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞ് അത് നമ്മളുടെ അമ്മമാരുടെ മുമ്പിൽ ഇരുന്ന് തനിക്ക് ഒരിക്കലും കുട്ടി ഉണ്ടാവില്ലടോ എന്ന് ഭയങ്കര ഹാർഷായിട്ട് ഒരു ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് കരഞ്ഞ് ഞാനും എന്റെ അമ്മയും കൂടി ഇറങ്ങി വന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവസരത്തിൽ നിന്ന് 2 കുഞ്ഞുങ്ങളുടെ അമ്മയാവാനായിട്ട് എനിക്ക് സാധിച്ചത് ശരിക്കും ഡോക്ടർ രാജൻ സാർ തന്ന ഗൈഡൻസ് അനുസരിച്ചിട്ട് ഭക്ഷണം ക്രമീകരിച്ചു. നമ്മളുടെ ന്യൂട്രീഷൻ, അതായത് റൈസ് ബ്രാൻ ഓയിൽ തവിടെണ്ണ വെറും വയറ്റിൽ കുടിക്കുകയും അതുപോലെ ന്യൂട്രിചാർജ് വിമൻ അത് ഭക്ഷണത്തിന് ശേഷം സ്ഥിരമായിട്ട് ഞാൻ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് 2014 തുടങ്ങി ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ന്യൂട്രിചാർജ് വിമൻ. അത് എന്റെ ലൈഫിൽ കൊണ്ടുവരുത്തിയ മാറ്റങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. എന്റെ ലൈഫിൽ ശരിക്കും ഞാൻ RCMലേക്ക് കാലെടുത്ത് വെക്കണത് ആ ഒരു ഇൻസിഡന്റിലോട് കൂടിയാണ്. കാരണം RCMനെ പറ്റി മുന്നേ പറയാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. അമ്മയൊക്കെ RCMന്റെ ഓരോ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോഴേ ഞാൻ അത്ര കാര്യമാക്കിയിരുന്നില്ല. ഇതിനെ പറ്റിയുള്ള അവസരങ്ങൾ എനിക്ക് മനസ്സിലായില്ല. അച്ഛന്റെ കൂടെ ഓരോ പ്രോഗ്രാമിനും പോകുമ്പോൾ അവിടുത്തെ വേദിയിൽ സാറ് പറഞ്ഞതുപോലെ ഡാൻസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടുമായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതല്ലാതെ ഇതിന്റെ അവസരങ്ങൾ എനിക്ക് മനസ്സിലായില്ല. ഡിഗ്രി പഠിക്കുമ്പോൾ തുടങ്ങി 2007 തുടങ്ങി അച്ഛൻ RCMലുണ്ട്. 2013 എനിക്ക് 2013 ഓഗസ്റ്റ് 5-ാം തീയതിയാണ് എനിക്ക് ഒരു ഐഡിയ അച്ഛൻ എടുത്തു തരണത്. അതിനുശേഷം ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു എന്ന് പറയുന്നത്, കാരണം എനിക്കൊരു പ്രശ്നം മാറി, തൈറോയ്ഡ് മാറില്ല. കാരണം തൈറോയ്ഡിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ എല്ലാവരും മരണം വരെ തൈറോയ്ഡിന് മരുന്ന് കഴിക്കേണ്ട വരുമ്പോ ഞാന് ഡോക്ടർ രാജൻ സാറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ 1 ടീസ്പൂൺ റൈസ് ബ്രാൻ ഓയിൽ കഴിക്കും. അതുപോലെ മണ്ണിൽ ഒരു 20 മിനിറ്റ് ചെരുപ്പിടാതെ നടക്കും. രാവിലത്തെ വെയിൽ കൊള്ളും, വൈകുന്നേരത്തെ വെയിൽ കൊള്ളും, ഹിപ്പ് ബാത്ത് ചെയ്യും. അതുപോലെ ന്യൂട്രിചാർജ് വിമൻ ഭക്ഷണത്തിന് ശേഷം ഒരെണ്ണം കഴിക്കും. ഗോതമ്പ് പുട്ടാണ് രാവിലെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിൽ ധാരാളം തേങ്ങ ചിരണ്ടിട്ട് പച്ചയായിട്ട് തന്നെ കഴിക്കുന്നത് ഹൈപ്പോ തൈറോയിഡിന് നല്ലതാണ്. അങ്ങനെ ചെയ്തു. വെളുത്ത 5 വസ്തുക്കൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കി. അത്ര എളുപ്പമൊന്നും അല്ല അതൊന്നും, പക്ഷെ അതെല്ലാം ലൈഫിൽ നിന്ന് ഒഴിവാക്കി. നോൺ വെജ് എല്ലാം ഒഴിവാക്കി. ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഒറ്റ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. കാരണം മറ്റുള്ളവർ ചിന്തിക്കണത് എന്താണെന്ന് ഞാൻ അന്ന് വിചാരിച്ചില്ല. ഞാൻ ഈ ഞവരരിയൊക്കെ വെച്ച് കഞ്ഞി ഒരു കുഞ്ഞ് ഡബിൾ ഡക്കർ പാത്രത്തിലാക്കി ഞാൻ കൊണ്ടുപോയി കോളേജിൽ ഇരുന്നത് കഴിക്കും. എന്റെ കൂടെ വർക്ക് ചെയ്യണ എന്റെ ടീച്ചേഴ്സ് കളിയാക്കും, രമ്യ ഇത് എങ്ങനെ കഴിക്കാനായിട്ട് പോകുന്നു. അവരുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ശരിക്കും നമ്മൾക്കൊരു ഇറിറ്റേഷൻ തോന്നും. എങ്കിലും ഞാനത് കാര്യമാക്കില്ല. കാരണം ആഗ്രഹം എന്റെ ആയിരുന്നു. എനിക്ക് മരുന്ന് കഴിക്കാതെ എന്റെ അസുഖം മാറ്റിയെടുക്കണം. അത് എന്റെ മാത്രം എന്റെ മാത്രം ആഗ്രഹമാണ്. കാരണം എനിക്കൊരു നടുവേദന വന്നു കഴിഞ്ഞാൽ, എനിക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ, എനിക്കൊരു വയറുവേദന വന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോബഡി ടു ഷെയർ മൈ പെയിൻ. അല്ലെ, എനിക്ക് ഒരാളോടും അത് ഷെയർ ചെയ്യാനായിട്ട് പറയാൻ പറ്റില്ല. എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറയാൻ പറ്റില്ല, എന്റെ അച്ഛന്റെ അടുത്ത് പറയാൻ പറ്റില്ല, എന്റെ അമ്മയുടെ അടുത്ത് പറയാൻ പറ്റില്ല, എന്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത്, എന്റെ ബ്രദറിന്റെ അടുത്ത് പറയാൻ പറ്റില്ല. ഞാൻ തന്നെ അത് ഷെയർ ചെയ്യേണ്ട വരും. എനിക്ക് തന്നെ ഞാൻ തന്നെ അനുഭവിക്കേണ്ട വരും. അപ്പോ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്താണെങ്കിലും എനിക്കറിയാം ഈ കുട്ടികളില്ലാത്ത ട്രീറ്റ്മെന്റ് എടുക്കണ ആളുകള് ഒരുപാട് വിഷമഘട്ടങ്ങളിൽ കൂടെയാണ് കടന്നു പോണേ. ഞാനും അതുപോലെ അനുഭവിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ ഒരു തൈറോയ്ഡ് നോർമൽ ആവാനായിട്ട് എനിക്ക് തീർച്ചയായിട്ടും RCMന്റെ പ്രൊഡക്റ്റ് തന്നെ വേണ്ടി വന്നു. വേറെ ഒരു മരുന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് തന്ന തൈറോക്സിന്റെ 75 mg ടാബ്ലറ്റ് ഇപ്പോഴും എന്റെ അലമാരിയിൽ സേഫ് ആണ്. ഞാനത് കളഞ്ഞിട്ടില്ല. ഹൈഡ്രോക്ലോറൈഡ് മെറ്റ്ഫോമിന്റെ ടാബ്ലറ്റ് എനിക്കൊരു ബോക്സ് ഞാൻ 3 മാസത്തേക്കുള്ളത് ഒരുമിച്ച് മേടിച്ചത് ഞാൻ കലൂർ പള്ളിയില് കഞ്ഞി കൊടുക്കണ ഒരു സ്ഥലമുണ്ട്, കലൂർ സെയിന്റ് ആന്റണീസ് ചർച്ചില്. അന്ന് ഈവനിങ്ങിലെല്ലാം എല്ലാ ട്യൂസ്ഡേയും ഈവനിങ്ങിൽ ഞാൻ പള്ളിയിൽ പോവായിരുന്നു. അവിടെ കഞ്ഞി കൊടുക്കണ സ്ഥലത്ത് ഒരു വലിയ ബോക്സ് മെഡിസിൻ ഇല്ലാത്ത, വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. ഞാൻ എടുത്തില്ല, ഞാൻ ഉപയോഗിച്ചില്ല. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഡോക്ടർ രാജൻ സാറിന്റെ ലൈഫ് രക്ഷിച്ചു. കാരണം അന്ന് ഞാനത് കഴിക്കാതിരുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഈ ഹൈഡ്രോക്ലോറൈഡ് മെറ്റ്ഫോമിൻ ടാബ്ലറ്റ് ഇപ്പോ ഇന്ത്യയിൽ ബാൻ ചെയ്തു. അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സൈഡ് എഫക്ട് കണ്ടതുകൊണ്ട് ഇപ്പോ നിലവിൽ അത് ബാൻ ചെയ്തു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് തൈറോയ്ഡ് മരുന്ന് കഴിക്കാതെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ഞാൻ അതിൽ തുടങ്ങിയത്. ഇതിനു മുന്നേ ഈ തൈറോയ്ഡ് മാറുന്നതിന് മുന്നേ ഒക്കെ RCMന്റെ പ്രോഗ്രാം ഞാൻ പോയിട്ടുണ്ട്. RCMന്റെ ഫസ്റ്റ് പ്രോഗ്രാം എനിക്ക് ഇതുപോലെ ഇന്നൊരു പബ്ലിക് സ്പീക്കിങ്ങിന് വന്നിരുന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയതും RCMൽ കൂടിയാണ്. അതിന് എനിക്കൊരു അവസരം തന്നത് ഡോക്ടർ രാജൻ സാറും അതുപോലെ മൂർത്തി സാറുമാണ്. അത് തൃശ്ശൂര് നടന്നൊരു പ്രോഗ്രാം, അത് 2014. ഞാൻ അതിന്റെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ്. 2013 300 പേരടങ്ങുന്ന ഒരു വേദി. ഫസ്റ്റ് ഇത്രയും
പബ്ലിക് സ്പീക്കിങ്ങിന് പേടിയുള്ള ഒരാള്. ഡാൻസ് ഒക്കെ കളിക്കും, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ആൾക്കാരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനായിട്ട് മുട്ട് വിറയ്ക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഇന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാ ഈ ഒരു വേദിയിൽ നിന്നാണ് തുടങ്ങിയത് ഞാൻ. അത് 2014 തൃശ്ശൂര് വെച്ചിട്ട് നടന്ന ഒരു പ്രോഗ്രാം. അന്ന് ഡോക്ടർ രാജൻ സാറ് തന്ന ഒരു കോൺഫിഡൻസ്. അന്ന് സാറിന്റെ വീട്ടിൽ തലേ ദിവസം പോയി നിന്നു, താമസിച്ചു. പിറ്റേ ദിവസം സാർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. രമ്യ പേടിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ പോലെ പുട്ടിന്റെ ഇടയിൽ തേങ്ങ നമ്മൾ വെക്കില്ലേ, പീര വെക്കില്ലേ, അതുപോലെ ഒന്ന് മോട്ടിവേഷൻ കൊടുക്കുക, ഒന്ന് ക്ലാപ്പ് ചെയ്യാൻ പറയാ, റിലാക്സ് ചെയ്യാം. അന്ന് എനിക്ക് കിട്ടിയ ആ ഒരു കോൺഫിഡൻസ്, അന്നത്തെ ഈ പ്രോഗ്രാം. അതുപോലെ ദാ അന്ന് നമ്മളുടെ മൂർത്തി സാറുണ്ട് കൂട്ടത്തില്, ഗോകുമാർ സാറുണ്ട്, വട്ട് സാറിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് അന്ന് സാധിച്ചു. ഒപ്പം ആ MC ആയിട്ട് സാറിന്റെ കൂടെ അവിടെ നിൽക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ടെൻഷൻ അത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴും പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. മുട്ട് വിറയ്ക്കുന്ന ഒരു അവസരമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് എനിക്ക് ഇന്ന് ആരുടെ മുന്നിൽ വേണമെങ്കിലും പോയി ധൈര്യമായിട്ട് നിന്ന് RCM പറയാനായിട്ട് പറ്റും. അത് ആ ഒരു പബ്ലിക് സ്പീക്കിങ്ങിനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് തന്ന ഒരു പ്രസ്ഥാനമാണ് തീർച്ചയായിട്ടും RCM. ബിൽവാര പോയി കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. 2014 തന്നെയാണ് ബിൽവാര, രാജസ്ഥാനിൽ ബിൽവാരയിൽ പോയി നമ്മളുടെ കമ്പനി വിസിറ്റ് ചെയ്തു. അത് കുറച്ചും കൂടെ എന്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു അവസരം ഒരുക്കി തന്നു. അപ്പോ എന്നിട്ടും സത്യം പറയാൻ ഞാൻ എല്ലാവരെയും മുന്നിൽ തുറന്ന് ഞാൻ എന്നിട്ടും RCMനെ പറ്റി പഠിച്ചില്ല. എന്റെ മണ്ടത്തരമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അതൊന്നും എന്റെ ചിന്തയിൽ ഉണ്ടായിരുന്നില്ല. പഠിച്ചൊരു ജോലി മേടിക്കുക, അതും ജോലി മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. കാരണം 10ാം ക്ലാസ് തുടങ്ങി ഞാൻ ട്യൂഷൻ എടുത്ത് തുടങ്ങിയതാണ്. അതിനുശേഷം ഡിഗ്രി എല്ലാം കഴിഞ്ഞപ്പോ PG കയറുന്നതിന് കുറച്ച് നാൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നപ്പോ ഞാൻ കുഞ്ഞു കുട്ടികളുടെ ഡേ കെയറിൽ, പ്ലേ സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെയുള്ള അക്കാഡമിക്കിൽ ഞാൻ വേറെ കോളേജുകളിലും സ്കൂളിലേക്കും ഒക്കെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിന്റെയൊക്കെ പുറകെ പോകുമ്പോ RCMനെ പറ്റി മനസ്സിലാക്കിയില്ല. പക്ഷെ ഈ അസുഖം മാറി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനൊരു കുറച്ച് തീരുമാനം എടുത്തു. കാരണം എന്നെ കൊണ്ട് എന്റെ അനുഭവം കേട്ടിട്ട് ഈ ന്യൂട്രിചാർജ് വിമൺ പ്രോട്ടീൻ പൗഡർ, അതുപോലെ ചവനപ്രാശ്, നമ്മുടെ ദിവ്യപ്രാശ് അവലെ, അതുപോലെ റൈസ് ബ്രാൻ ഓയില്, ഇത് ഉപയോഗിച്ച് ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ പറയണ കേട്ട് കൺസീവ് ആവാനായിട്ടുള്ള കാര്യം ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് സമൂഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മയായിരിക്കും എന്ന് കരുതി ഞാൻ RCMന്റെ പ്രൊഡക്റ്റുകളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കോളേജ് കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്തു തുടങ്ങി. കാരണം ഇത് ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ ദൈവത്തിന്റെ ടച്ചുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളത് എനിക്ക് എന്റെ തൈറോയ്ഡ് മാറിയതിലൂടെ എനിക്ക് മനസ്സിലായി. കാരണം 9.3 ഉണ്ടായിരുന്ന തൈറോയ്ഡ് നോർമൽ 4.3 എത്താനായിട്ട് ഒരേ ഒരാഴ്ച റൈസ് ബ്രാൻ ഓയിലും ന്യൂട്രിചാർജ് വിമണും കഴിക്കേണ്ട വന്നുള്ളൂ അത് നോർമൽ ആവാനായിട്ട്. ഒപ്പം ഞാൻ എന്റെ ഭക്ഷണം ക്രമീകരിച്ചു. സാറ് പറഞ്ഞതുപോലെ, ഡോക്ടർ രാജൻ സാറ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. ഒരേ ഒരാഴ്ച നോക്കൂ. ഇതിന്റെ ഒരൊറ്റ ഒരു വ്യത്യാസം എനിക്ക് പറയാൻ പറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ ഈ സെയിം ടൈമില് ഹൈപ്പോ തൈറോയ്ഡ് വന്ന എന്റെ ഒരു കൂട്ടുകാരി, അവൾ ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അവൾക്ക് ഇന്നും കുട്ടികൾ ഉണ്ടായിട്ടില്ല. എനിക്ക് ഇന്ന് 2 കുട്ടികളുണ്ട്. മൂത്ത കുട്ടി ആരുഷ്, അവനിപ്പോ 3 വയസ്സ്. രണ്ടാമത്തെ കുട്ടി അർണവ് 2 വയസ്സ്. കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന് 4-4.5 വർഷം ഞാന് മാത്രം ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. ഹസ്ബൻഡ് കുഴപ്പമറിയില്ലായിരുന്നു. ഹസ്ബൻഡിന്റെ പ്രോബ്ലം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ന്യൂട്രിചാർജ് മെൻ കൊടുത്തു, പ്രോട്ടീൻ പൗഡർ കൊടുത്തു, അതുപോലെ ചവനപ്രാശ് നമ്മുടെ സഞ്ജീവനി കൊടുത്തു. ഇത് കൊടുത്തു വന്ന മാറ്റം ഞങ്ങൾക്ക് അധികം നാൾ യൂസ് ചെയ്യേണ്ട വന്നില്ല. ഇത് അതിന് മുന്നേ കൺസീവ് ആവാനായിട്ട് ഉള്ള ചാൻസ് വന്നു, കുട്ടിയായി. അപ്പോ ഇതെല്ലാവരോടും ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോ ഒരുപാട് ആളുകളുടെ ലൈഫിലേക്ക് ചെറിയ കുറച്ചെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചു. കാരണം ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം നല്ല പ്രൊഡക്റ്റ് ആണ് നമ്മളോട് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം. അതുപോലെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൊളസ്ട്രോൾ മാറിയപ്പോ അത് നമ്മൾ കാരണമാണല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, നമ്മുടെ എല്ലാവരും ഈട്ടാവട്ടുള്ള ഒരു ജീവിതമാണ്. ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മള് നല്ലൊരു സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് പോണേന് തുല്യമല്ലേ. ഇത് RCMല് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും ശരിക്കും പറഞ്ഞാൽ നന്മയുള്ള മനുഷ്യരാണ്. കാരണം നന്മയുള്ളവർക്കേ മറ്റുള്ളവരിലേക്ക് നന്മ പകരാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് ചെയ്യണം. എങ്കിലും ഞാൻ വർഷങ്ങൾ കടന്നുപോയി, എങ്കിലും ഞാൻ RCMലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങിയില്ല. ഈ ഒരു കോവിഡിന്റെ പ്രതിസന്ധി കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇതിനെ മനസ്സിലാക്കി.
മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആർസ്യം ദൈവത്തിനോട് ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ ഞാനത് ഉറച്ച തീരുമാനം എടുത്തു. ഞാൻ ഇനി ആർസ്യം വിട്ടിട്ട് വേറെ ഒന്നിലേക്ക് ഞാൻ പോവില്ല. എന്റെ മൈൻഡ് ഞാൻ മാറ്റില്ല. കാരണം എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്നിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെനിക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. എന്നെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ആളുകളെ ഒരു 20 പേരെയെങ്കിലും രക്ഷിച്ച് നല്ല പൊസിഷനിലേക്ക് എത്തിക്കണം എന്നുള്ള മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ് ഞാനൊരു സാധാരണക്കാരിയാണ്. പ്രതിസന്ധികൾ ഒരുപാടുണ്ട്, പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ എല്ലാ പ്രശ്നങ്ങളും കൂടെ കടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പിടിവള്ളിയായിട്ട് നമുക്ക് പിടിച്ചു നിർത്താനായിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രസ്ഥാനം അത് ആർസിഎം തന്നെയാണ്. അതിന് നമുക്ക് നല്ല മെന്റേഴ്സ് ഉണ്ട് ഇവിടെ. ഏറ്റവും നല്ലൊരു അവസരം, എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സ്. എന്തൊരു പ്രതിസന്ധി വന്നാലും ഒരിക്കലും ഇതുപോലൊരു മനസ്സിലൊരു വിഷമം വന്ന സമയത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ മൂർത്തി സാറിനോട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, രമ്യ, സൂര്യനെ പോലെ ആവാനായിട്ടാണ്. സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഉരുകിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ ആവാനാണ് എനിക്ക് ആഗ്രഹം. കാരണം നമ്മൾക്ക് എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഞാൻ ഒരിക്കലും ടീം നോക്കാറില്ല. എന്ത് പ്രോഗ്രാം എന്നെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ആർക്കായാലും പറഞ്ഞു കൊടുക്കും. ആര് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഡൗട്ട് പറഞ്ഞു കൊടുക്കും. എനിക്ക് അങ്ങനെ, ഞാൻ ടീം നോക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആർസ്യം എല്ലാവരിലേക്കും എത്തിക്കാന്നുള്ളത് അന്ന് ഞാൻ തീരുമാനിച്ച കാര്യം. അത് ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു. ഞാൻ ആർസിഎമ്മിൽ വിട്ടുപോകാനായിട്ട് തീരുമാനിച്ചില്ല. എനിക്ക് മൂർത്തി സാറും രാജൻ സാറും ഒരുപാട് പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു. രാജൻ സാർ ഒരു പ്രാവശ്യം എന്നെ വഴക്ക് പറഞ്ഞ് ഞാൻ ആ ഒരു വേദിയിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. സാറ് ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ചെങ്ങമനാട് കഴിഞ്ഞിട്ട് മാളയ്ക്ക് പോകുന്ന റൂട്ടിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു, തനിക്ക് നാണം ഇല്ലേടോ ഈ ജോലി ചെയ്യാന്നാ ചോദിച്ചേ. ഞാനൊരു ടീച്ചറാണ്, പക്ഷെ ടീച്ചിങ്ങില് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചത്, എനിക്ക് നാണം ഇല്ലേടോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. എനിക്ക് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്താണെന്നുള്ളത് ഞാൻ അപ്പോഴും മനസ്സിലാക്കിയില്ല. എന്നെ ശരിക്കും ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടന്ന് ഒരു കൂട്ടം ലീഡേഴ്സിന്റെ കൂടെ നിന്നിട്ട് ഞാൻ ആർസിഎമ്മിനെ മനസ്സിലാക്കിയില്ല. പക്ഷെ കഴിഞ്ഞ ഒരു പ്രോഗ്രാമില് ചാലക്കുടിയിൽ വെച്ച് സ്വാമീസ് ഹോട്ടലിൽ വെച്ച നടന്ന പ്രോഗ്രാമില് ഞാന് ശരിക്കും ബാക്കിൽ ഇരുന്ന് കരയായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഇത്രയും ഞാനിങ്ങനെ ഇത് പ്രാർത്ഥിച്ചു അവിടെ ഇരുന്നിട്ട്. ഇത്രയും വലിയൊരു അവസരം എന്റെ മുന്നിൽ എന്റെ ഈശ്വര നീ എനിക്ക് തന്നിട്ട് എനിക്കത് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഇനി എന്തിനു ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ തുടർന്നുകൊണ്ട് പോകണം? ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഞാൻ ഇനി ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകുന്നില്ല. ഞാൻ ഇനി ഒരു PSC ടെസ്റ്റ് എഴുതില്ല. എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അവസരമാണ്. കാരണം ഞാൻ നോക്കിയത് എന്റെ ആരോഗ്യം, അത് എനിക്ക് തന്നത്, അതിൽ ഇപ്പോഴും ജീവിച്ചിരിക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് പോവാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് തന്നത് ആർസിഎം. അതിനെ ഒരിക്കലും എനിക്ക് വിട്ടുകളയാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരിലേക്കും, എനിക്കറിയുന്ന എല്ലാവരിലേക്കും ഞാൻ ആർസിഎം എത്തിക്കും. അതിന് യാതൊരു സംശയമില്ല. ഇനി മുതൽ ഞാൻ തുടങ്ങിയിട്ടില്ല, ഞാൻ ഇപ്പൊ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഇനിയാണ് ആർസിഎമ്മിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഞാൻ ഇപ്പോഴും ഒരു അച്ചീവർ ആയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സ്റ്റാർ പ്ലാറ്റിനം ഒന്നുമല്ല, അതും ഞാൻ ഇറങ്ങിയിട്ടായതല്ല, ഞാൻ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഇനി തീർച്ചയായിട്ടും ആർസിഎമ്മിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. ഞാൻ ഇറങ്ങും. അത് എന്റെ ടീമിന് വേണ്ടി മാത്രമല്ല, എനിക്ക് കൂടെ നിന്ന് ആരെയൊക്കെ സഹായിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. കാരണം ഇത് ദൈവത്തിന്റെ ടച്ചുള്ള ഒരു ബിസിനസ്സാണ്. ഞാൻ ഇതെന്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. കാരണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉയർന്നു വരണമെന്നാണെങ്കിൽ, നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഉയർന്നു വരണം എന്നാണെങ്കിൽ അത് ഇതല്ലാതെ വേറൊരു മാർഗമില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഞാനൊരു ടീച്ചറാണ്. ഞാൻ കുട്ടികൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ എന്റെ അക്കാഡമിക്കലി എന്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു MCOM കാരിയാണ്. B.Ed ഉണ്ട്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായ ആളാണ്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായ ആളാണ്. എനിക്ക് എവിടെ വേണമെങ്കിലും ഒരു ലെക്ചറായിട്ട് പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കോളേജിൽ പഠിപ്പിക്കാനായിട്ടുള്ള ക്വാളിഫൈഡ് ആണ് ഞാൻ. പക്ഷെ ക്വാളിഫിക്കേഷൻ ഒന്നും അല്ല ആർസിഎമ്മിൽ പ്രാധാന്യം. അതിൽ ആർസിഎം ചെയ്യണം എന്നാണെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് മനസ്സിൽ നന്മ വേണം. മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്താനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ശരിക്കും ആർസിഎമ്മിന്റെ. ആർസിഎമ്മിൽ എപ്പോഴും സാർമാർ പറയാറുണ്ട്, നമ്മളുടെ അടുത്ത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മൂർത്തി സാർ പറയാറുണ്ട്, ഒപ്പം നമ്മളുടെ MD പറയാറുണ്ട്, ആർസിഎമ്മിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടുന്നു എന്ന് നോക്കി നിങ്ങൾ ചെയ്യണ്ട.
RCM നിങ്ങൾക്ക് എല്ലാം തരും. എല്ലാം തരാനായിട്ട് കെൽപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് RCM. അപ്പോ ഇവിടെയുള്ള അവസരം, ഞാൻ പറഞ്ഞു ഞാനൊരു ടീച്ചറാണ്, പക്ഷെ ഞാൻ ഒരുപാട് കുട്ടികളെ, ഞാൻ കോളേജിലും സ്കൂളിലുമായിട്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസരം എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. കാരണം ഞാൻ എന്റെ കുട്ടികളോട് പറയാറുണ്ട്, മക്കളെ നിങ്ങൾ മാത്രമല്ല കോമേഴ്സ് പഠിക്കുന്നത്. ഞാനൊരു കോമേഴ്സ് അധ്യാപികയാണ്. അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും ആണ് എന്റെ സബ്ജക്ട്. ഞാൻ പഠിപ്പിക്കുന്ന 2 സബ്ജക്റ്റും നിങ്ങൾ മാത്രമല്ല പഠിക്കണേ. ഒരുപാട് സ്കൂളുകളില് ഒരുപാട് കുട്ടികൾ നിങ്ങളെ പോലെ പഠിച്ചിറങ്ങുന്നുണ്ട്. കോളേജിലാണെങ്കിലും ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ അവർക്കെല്ലാവർക്കും ആര് ജോലി കൊടുക്കുന്നു? അവർക്ക് ആർക്കും ജോലി കിട്ടാനായിട്ടുള്ള ഒരു അവസരം ഇല്ല. ജോലി സാധ്യത വളരെയധികം കുറഞ്ഞവരുണ്ട്. അപ്പോ അതിന് ശരിക്കും ഈ RCM ഒന്ന് മനസ്സിലാക്കിയാലുണ്ടല്ലോ, ഏറ്റവും നല്ലൊരു അവസരം. നിങ്ങള് 18 വയസ്സ് കഴിയുമ്പോൾ ഒരു RCM മെമ്പർഷിപ്പ് എടുത്തിടാനായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളുടെ അടുത്തും പറയാറുണ്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് എന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും, അത് ആരുടെ ടീം ആയിക്കോട്ടെ, ഇവർക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് RCM. അത് ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ഇത്രയും നമുക്ക് അധികം റിസ്ക് ഇല്ലാത്ത, നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ സെക്യൂർഡ് ആയിട്ട് നിന്ന് അവരുടെ കൂടെ ചേർന്ന് നിന്ന് പോവാനായിട്ട് കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രസ്ഥാനം. ടീച്ചിങ് നല്ലതാണ്, പക്ഷെ അവിടെ നിന്നുകൊണ്ട് എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിക്കുന്ന രീതിയിലേക്ക് എനിക്കൊരു ജോലി കൊടുത്തുകൊണ്ട് ഒരാളെ കയറ്റിക്കൊണ്ടുവരാനായിട്ട് പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന ഈ ഒരു അവസരം എന്തുമാത്രം ആളുകളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി ആളുകളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് ഒരുപാട് ആളുകളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് പറഞ്ഞത്, ദൈവത്തിന്റെ ടച്ച് ഉള്ള ഒരു ബിസിനസ് ആണെന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ എനിക്ക് ആ സ്വാമീസ് ഹോട്ടലിലെ ഡോക്ടർ രാജൻ സാറിനെയും ഗിരീഷ് സാറിനെയും പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞത്. ഏറ്റവും ബാക്കിലിരുന്ന് ഞാൻ കരഞ്ഞതിന് റീസൺ വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പോഴും ഇത് മനസ്സിലാക്കിയില്ലല്ലോ ദൈവമേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. ഇനി നോക്കുക, ഇവിടുത്തെ പ്രൊഡക്റ്റ്, നമ്മൾ പ്രൊഡക്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ. അപ്പൊ എവിടെ പോയാലും നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പറ്റണം. ഞാൻ എല്ലാവരുടെ അടുത്തും എന്റെ ഒരു സജഷൻ പറയാണ്, എല്ലാവരുടെയും കയ്യിൽ ചെറിയ 2-3 ടിന്നുകൾ കയ്യിൽ കരുതുക. ഒന്നില് മഞ്ഞൾപ്പൊടി, ഒന്നില് മുളക് പൊടി ഇല്ലെങ്കിലും ഒന്നില് നമ്മളുടെ കായം വേണം, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മല്ലിപ്പൊടി. ഇത് നമ്മളുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് കരുതിയേക്കുക. എവിടെ പോവാണെങ്കിൽ ഒരു ടിന്നിലാക്കി അത് കയ്യിൽ വെച്ചേക്കുക. RCMനെ പറ്റി പറയുമ്പോൾ ആരടുത്ത് വേണമെങ്കിലും നമ്മൾക്ക് അത് പറയാനായിട്ടുള്ള അവസരമുണ്ട്. ഇവിടെ പറയുമ്പോൾ നമ്മൾ ഇതൊന്ന് തുറന്നു കാണിച്ചാൽ, വേണ്ട ആ കായത്തിന്റെ പാക്കറ്റ് ഒന്ന് എടുത്ത് മണപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് വേറെ ഇനി നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അവിടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്ക് പറയാനായിട്ട് പറ്റും. എവിടെ പോയാലും RCMന്റെ നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ എല്ലാ ടൂൾസും കയ്യിൽ കരുതുക. അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നമ്മളെ കളിയാക്കണവർ കളിയാക്കിക്കോട്ടെ. നോക്കൂ, നമ്മളുടെ നേർക്ക് വരുന്ന ഓരോ ഇഷ്ടിക കഷ്ണങ്ങളും അത് വെച്ചിട്ട് നമ്മളൊരു ഫൗണ്ടേഷൻ പണിയാം. അത് ഞാൻ വായിച്ചതാണ്. അതായത് ബിൽഡ് എ ഫേം ഫൗണ്ടേഷൻ വിത്ത് ദ ബ്രിക്സ് ദാറ്റ് അതേഴ്സ് ഹാവ് ത്രോൺ അറ്റ് യു. നമ്മളുടെ നേർക്ക് വരുന്ന ഓരോ ഇഷ്ടിക കഷ്ണങ്ങളും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആക്കാം. ആര് നെഗറ്റീവ് പറഞ്ഞാലും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് ടേൺ ചെയ്യാം. പ്രതിസന്ധികൾ വരട്ടെ, പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മൾക്ക് മുന്നേറാനായിട്ട് പറ്റുള്ളൂ. നോക്കൂ, ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ടീ ബാഗ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്ത്രീകൾ, ലേഡീസ് എസ്പെഷ്യലി, നമ്മൾക്ക് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാല് തിളച്ച വെള്ളത്തിലേക്ക് ടീ ബാഗ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ കടുപ്പമുള്ളതാവുള്ളൂ. അപ്പൊ പ്രതിസന്ധികൾ വരാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ നോക്കിയിരിക്കുക. പ്രതിസന്ധികളെ തരണം ചെയ്ത് പോകാനായിട്ടുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ദൈവം തരും. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് RCMലാണ്. അതിന് നമ്മൾക്ക് തോളിൽ തട്ടി തന്നെ നമുക്ക് അഭിമാനിക്കാം. കാരണം നമ്മൾ ഓരോ വ്യക്തിയും വർക്ക് ചെയ്യണത് RCMലാണ്. അപ്പോ ഇത് തരുന്ന ഏറ്റവും വലിയൊരു അവസരം എന്താണെന്നുള്ളത്, ഓരോരുത്തരിലേക്കും എത്താനായിട്ടുള്ള ഒരു പ്രയത്നം നമ്മൾ എല്ലാവരും കൂടെ റെഡി ആയിട്ട് ഇറങ്ങാന്നുള്ളതാണ്. എസ്പെഷ്യലി എല്ലാ ലേഡീസിന്റെ അടുത്തും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. എല്ലാ ലേഡീസിന്റെ അടുത്തും. അത് നമ്മളെ തള്ളിക്കളഞ്ഞോട്ടെ, നമ്മളെ കളിയാക്കിക്കോട്ടെ, ഇതൊന്നും നമ്മൾ കരുതണ്ട. കാരണം റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ എന്നല്ലേ പറയണേ. അത് നമ്മളുടെ പ്രയത്നം കൊണ്ടാണ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. നമ്മൾ പ്രയത്നിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. ഇത്രയും നല്ലൊരു അവസരം
ഇത് നമ്മൾ ആരിലേക്കും എത്തിച്ചില്ല എന്നാണെങ്കിൽ അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, അത് എസ്പെഷ്യലി ഇന്ന് കേൾക്കുന്ന ആളുകൾ, പുതിയ ആളുകൾ ഉണ്ടാവും. ഒത്തിരി പേരുകൾ ഇന്ന് പുതിയ ആളുകൾ കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് കുറച്ച് പേര് ഇതിലുണ്ട്. അവരുടെ അടുത്തൊന്നും ഞാൻ ആർസിഎം കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ അവരെ, എസ്പെഷ്യലി പെൺകുട്ടികളെ ഞാൻ വിളിച്ചത്, അവർ പാരന്റ്സിനെ കൂടി ഇരുത്തി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം എനിക്ക് ഒരിക്കലും ഒരു ടീച്ചർ അവരുടെ കുട്ടികളെ, മക്കളെ പോലെയാ കരുതണേ. ഒരിക്കലും കുഞ്ഞുങ്ങളെ നമ്മൾ ഉപദ്രവിക്കാനായിട്ട് ആഗ്രഹിക്കില്ല. അവർക്ക് നന്മയുള്ളത് എന്താണോ അത് പറഞ്ഞു കൊടുക്കാനായിട്ടേ ആഗ്രഹിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് പാരന്റ്സ് അടുത്തുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് 18 വയസ്സിന് മുകളിലേക്ക് അവർ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു ആർസിഎമ്മിന്റെ ഐഡി എടുത്ത് കൊടുക്കുക. അത് അവര് എന്നും നിങ്ങളെ സ്തുതിക്കാനായിട്ടുള്ള, എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നും നന്ദി പറയാനായിട്ടുള്ള ഒരു അവസരമായിട്ട് മാറും. തീർച്ചയായിട്ടും അതെ. ഒരു ആരോഗ്യ പ്രശ്നം മാറിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആർസിഎമ്മിനെ പഠിച്ചു. പക്ഷെ ആർസിഎമ്മിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ വന്നിരിക്കുന്ന ആളുകളെ കൈപിടിച്ച് ഉയർത്താനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വേറെ ഒന്നിലേക്കും ഇനി ഞാൻ പോവില്ല, ഡീവിയേറ്റഡ് ആവില്ല. ഞാൻ ഇനി ആർസിഎമ്മിൽ തന്നെയുള്ളൂ. ഞാൻ ആർസിഎമ്മിൽ ഇനി ജീവിക്കും, മരിക്കുന്നത് ഞാൻ ആർസിഎമ്മിൽ തന്നെയായിരിക്കും. ഉറച്ചൊരു തീരുമാനം എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാം അവതരിപ്പിച്ച ഗീത മേഡം, എന്താ പറയണ്ടേന്ന് അറിയില്ല. ഒത്തിരി ആ മാഡത്തിന്റെ വാക്കുകളിൽ നിന്ന് ഒരുപാട് പ്രചോദനം ഉണ്ടായി. കാരണം മനസ്സിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകള് അതിലെന്തോരം വാല്യൂ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാനായിട്ടും പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, സാധാരണക്കാരായിട്ടുള്ള ലേഡീസ് ആണ് നമ്മളുടെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും, അല്ലെ? വിനിത സത്യൻ മാഡം, ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എക്സാമ്പിൾസ് ആണ്. ബിജു സനിൽ മാഡം ഉണ്ട്. എനിക്ക് പേരെടുത്ത് പറയാവുന്ന ഷൈമ മാഡം, കോഴിക്കോടുള്ള ഷൈമ മാഡം, എന്തിന് നമ്മളുടെ ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള സാറൂബി, അഖില മാഡം, ഷൈമ മാഡം, ഗോകുമാർ സാറിന്റെ വൈഫ്, ഇവരൊക്കെ, ജെമിനി മാഡം, എനിക്ക് വിട്ടുകളയാനായിട്ട് ആരുടെ പേരില്ല, ജിഷ മാഡം, ഒക്കെ നമുക്ക് തരുന്ന സപ്പോർട്ട്. സിസിലി മാഡത്തിനെ ഞാൻ വിട്ടുപോയിട്ടില്ല. സിസിലി മാഡം, എല്ലാവരും സപ്പോർട്ടീവ് ആയിട്ടാണ് നമ്മളുടെ ബിസിനസ് കൊണ്ടുപോകണേ. നോക്കൂ, എല്ലാവരും നെടുന്തൂണാണ് ആർസിഎമ്മിന്റെ. ആർസിഎമ്മിൽ നമുക്ക് നേടാനായിട്ടുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട്. ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമ്മളുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒരു വെച്ച് തന്ന ഏറ്റവും വലിയൊരു അവസരമാണിത്. അത് നന്മയുള്ള ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. അല്ലാത്ത ആളുകൾ വരും, പക്ഷെ ഒരാളെ നമ്മൾ ഒഴിവാക്കരുത്. എപ്പോഴും നമ്മളുടെ സ്റ്റാർ റൂബി ആയിട്ടുള്ള മൂർത്തി സാർ പറയാറുണ്ട്, തെറ്റായ ഒരു ക്ലോക്ക് പോലും ഒരു ദിവസം 2 നേരം കറക്റ്റ് ആയിട്ടുള്ള സമയം കാണിക്കും. അപ്പൊ ഒരാളെ നമ്മൾ വില കുറച്ച് കാണണ്ട. അവർക്ക് അവസരം വരുമ്പോ, അവരുടെ സമയമാകുമ്പോൾ ഒരു ആർസിഎമ്മിലേക്ക് വന്നോളൂ. നമ്മൾ ഒരിക്കലും അത് പറഞ്ഞു കൊടുക്കാതിരിക്കരുത്. ഇത് നമ്മൾക്കുള്ള ഏറ്റവും വലിയൊരു അവസരമാണ്. ഇനി 2-3 പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് ഞാനൊന്ന് ഷെയർ ചെയ്യാണ്. കാരണം ഇതൊരു വിമൺ എംപവർമെന്റിനും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നോക്കൂ, ഇവിടെ ഇന്ന് ഒരുപാട് ലേഡീസ് ഉണ്ട്. ഒരുപാട് ലേഡീസ് ആർസിഎമ്മിൽ ജോയിൻ ചെയ്തത് കൊണ്ട് എനിക്ക് അഭിമാനം ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? 165 പേരുണ്ട്. ഇതില് എത്ര പേർക്ക് പറയാനായിട്ട് പറ്റും ഞാൻ ആർസിഎമ്മിൽ ചേർന്നത് കൊണ്ട് എനിക്ക് അഭിമാനം ഉണ്ടെന്നുള്ളത്? യെസ്, സീന മേഡം ഉണ്ട്, വീണ മേഡം ഉണ്ട്, സൂര്യ മേഡം. യെസ്, പോരട്ടെ. ഒത്തിരി ആളുകൾ, കാരണം ഇതൊരു നന്മയുള്ള പ്രസ്ഥാനമാണ്. ഇത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട പറ്റില്ല. കാരണം ഒരു ഭാര്യ, ഒരു ലേഡി എന്ന് പറയുന്നത് അവളൊരു മകളാണ്, ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്, അല്ലെ? കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു അമ്മുമ്മയാവും. പക്ഷെ നമ്മളെ എല്ലാവരെയും ആ ഒരു രീതിയിൽ, നമ്മൾ നല്ല രീതിയിൽ, ഏതൊരു രീതിയിൽ വളർന്ന് ഉയർന്നു വരാനായിട്ടും പ്രാപ്തിയാക്കുന്ന ഒരു പ്രസ്ഥാനം ആർസിഎമ്മാണ്. നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ആർസിഎമ്മിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറ്റും. എനിക്ക് ഉയർന്നു വരണം എന്ന ആഗ്രഹമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും. പക്ഷെ നമ്മളുടെ മനസ്സിലുള്ള ഈഗോ എടുത്തങ്ങ് പുറത്തേക്ക് കളയാം. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ ജനിച്ചു വീഴുമ്പോ എന്തെങ്കിലും കയ്യിൽ കരുതിയിട്ടാണോ നമ്മൾ വന്നേ? അല്ല, നമ്മൾ ജനിച്ചു വീണപ്പോ ഒന്നും നമ്മളുടെ കയ്യിൽ കരുതിയിട്ടില്ല. അച്ഛനും അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടിയ നമുക്ക് ജീവൻ മാത്രം, ദൈവം തന്ന വരദാനമായിട്ട് ജീവൻ മാത്രമായിട്ട് വന്ന ആളുകളാണ് നമ്മള്. പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നന്മ, അത് തിരിച്ചറിഞ്ഞ വ്യക്തികൾ ഒരിക്കലും ആർസിഎം വിട്ട് പോകരുത്. അവർ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഉറച്ച ആർസിഎമ്മിലേക്ക് ഇറങ്ങുക. ഒന്നും നോക്കണ്ട, ദൈവമായിട്ട് നിങ്ങൾ അനുഗ്രഹിച്ചോളൂ. കാരണം അത്രയും നല്ലൊരു പ്രസ്ഥാനം. ഇനിയും മടി ഉണ്ട് എന്നാണെങ്കിൽ ധൈര്യമായിട്ട്
എല്ലാം മടി അങ്ങ് മാറ്റി നിർത്തി ഇറങ്ങിക്കോളാം. നമ്മൾ ചവിട്ടി നിൽക്കണ ആ ഒരു പടി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പടിയാണ്. നമ്മളെ അത് വലിച്ച് താഴെ വീഴ്ത്തില്ല. ഇങ്ങനെ ചാഞ്ചാടുന്നതിലല്ല നിൽക്കണേ, നമ്മൾ നിൽക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങിക്കൊള്ളുക. ഞാനൊരു ലേഡി ആയതുകൊണ്ട് നമ്മൾ ഒരു എസ്പെഷ്യലി ലേഡീസിനെ സംബന്ധിച്ച് ഏറ്റവും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ബീയിങ് എ വിമൺ എന്നുള്ളതാണ്. ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു. ഞാനൊരു സ്ത്രീ ആയത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഓരോ വ്യക്തികൾക്ക് നമുക്ക് അഭിമാനിക്കാം. കാരണം ഇവിടെ നമ്മൾ എന്നാണോ RCM ഒരു ഐഡിയ എടുത്ത് വന്നിരിക്കണേ, നമ്മൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഇവിടെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ക്രിയേറ്റ് ആൻ ഐഡന്റിറ്റി ഓഫ് യുവേഴ്സ്. ഒരു സാധാരണക്കാരിക്ക് പോലും ഇവിടെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നു. അത് പറ്റും. ഇനി ആര് വന്നാലും അവർക്കും പറ്റും. കാരണം RCM ഇപ്പോഴും ആരിലേക്കും എത്തിയിട്ടില്ല. അപ്പൊ ആരുടെയൊക്കെ മുന്നിലേക്ക് നിങ്ങൾക്ക് RCM എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നു അവരുടെയൊക്കെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മളെ കളിയാക്കിക്കോട്ടെ, കളിയാക്കി അവര് എന്താ പറയാ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അതിലൊന്നും വിലപ്പോവാനായിട്ട് പാടില്ല. നമ്മള് ചിരിച്ചുകൊണ്ട് നിൽക്കുക. നമ്മളുടെ ചിരിയിൽ അവസാനം അവരും തിരിച്ച് നമ്മളിലേക്ക് നോക്കി ചിരിക്കാനായിട്ടുള്ള ഒരു അവസരം വരും. അതിന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഗൈഡ്, ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് RCM ഒരു മെമ്പർഷിപ്പ് എടുത്ത് അവരെ കാണിച്ചു കൊടുക്കുക. നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് എല്ലാവരിലേക്കും മാക്സിമം നമ്മൾ RCM മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ശരിക്കും ലേഡീസ് ഈ ഒരു ഫീൽഡിലേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസിന്റെ ബിസിനസ് ആണെന്ന് ഞാൻ പറയും. മൂത്ത് സാറ് എന്ത് വിചാരിച്ചാലും സാരമില്ല, ഞാനിത് പറയും, ഞങ്ങൾ ലേഡീസിന്റെ ബിസിനസ് ആണിത്. കാരണം അടുക്കളയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അടുക്കളയിൽ നിന്ന് ഇത് തുടങ്ങാണ്. ഉപ്പ്, മല്ലി, മഞ്ഞള്, മുളക്, ആട്ട, ഓയില്, പേസ്റ്റ്, അല്ലെ, എല്ലാ സാധനങ്ങളും നമ്മളുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഇത് ലേഡീസിന്റെ ബിസിനസ്സാണ്. നമുക്കിത് ആരടുത്ത് വേണമെങ്കിലും പറയാം, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മിക്കവാറും ആരടുത്തെങ്കിലും ഞാൻ പുതിയതായിട്ട് RCM പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചത്, നിനക്ക് നാണില്ലേ എന്നിട്ട് ചോദിക്കാണ്, നീ ഒരു ടീച്ചറല്ലേ, നിനക്ക് നാണില്ലേ ഇങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ട് നടക്കാനായിട്ട്? ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ കാണിക്കണേ? ഞാൻ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ആർക്കും വിഷമൊന്നുമല്ലല്ലോ കൊടുത്തേ, നല്ല സാധനങ്ങളല്ലേ കൊടുത്തേ, ഞാൻ ആരോഗ്യമല്ലേ കൊടുക്കണേ, ഞാനൊരു ഡോക്ടറൊന്നുമല്ല എന്ന് പറയാനായിട്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് ആളുകൾ പറയുമ്പോൾ ഞാൻ ആരോഗ്യമല്ലേ കൊടുക്കണേ, നല്ല സാധനങ്ങളല്ലേ കൊടുക്കണേ, ഇനി ഞാൻ എന്തിനാ കാണിക്കണേ? എനിക്കൊരു നാണല്ല, നിനക്ക് നാണം തോന്നിയിട്ടുണ്ടെന്നാണെങ്കിൽ നീ അത് മൈൻഡ് ചെയ്യണ്ട, എനിക്ക് അതിനൊരു പ്രശ്നമില്ല എന്നാ ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് പ്രശ്നമില്ല. പണ്ട് 2007 എനിക്ക് വീണ പേര് RCM രമ്യ. അതിപ്പോഴും ഞാൻ പഠിക്കുന്ന സ്കൂളില് എൻ്റെ ഒരു ടീച്ചർ ഉണ്ട്, സബീന മിസ്. ആ മിസ് പറയും, ദേ RCM രമ്യ. എനിക്ക് ഒരു നാണക്കേടുമില്ല, കാരണം ഞാൻ ജീവിക്കുന്നത് RCM-ലാണ്. കാരണം എനിക്ക് എന്റെ ലൈഫ് തിരിച്ചു തന്നത് RCM ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു നാണം ഇല്ലാതെ ഞാൻ RCM പ്രൊമോട്ട് ചെയ്യും. അത് എന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യും. നിങ്ങളും ഓരോരുത്തരും തീർച്ചയായിട്ടും ഉറച്ച തീരുമാനം എടുത്ത ഒരുപാട് ആളുകളുണ്ട്, ഇങ്ങനെ സ്വിങ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുക. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, എന്റെ അച്ഛൻ എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നതാണ്. അച്ഛൻ എന്നെ പറ്റി അഭിമാനം ഉണ്ടാവും തീർച്ചയായിട്ടും. നമ്മൾ പെൺകുട്ടികൾ, എനിക്കൊരു അഡ്വൈസ് പറയാനുള്ളത്, സ്ത്രീ ആണെങ്കിൽ നമ്മൾ പെൺകുട്ടികളായിട്ട് ജനിച്ചു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് നമ്മളുടെ പാരന്റ്സ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി നമ്മളെ നാളെ ഒരാളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുമ്പോഴും നമ്മളുടെ അച്ഛനമ്മമാര് നമ്മളുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നല്ല കുട്ടികളായിട്ട് നല്ല മക്കളായിട്ട് വളർന്ന് നല്ല ഒരു പേര് കേൾപ്പിച്ച്, എസ്പെഷ്യലി RCM-ൽ കൂടെ ഒരു നല്ല അച്ചീവറായിട്ട് നിങ്ങൾ മാറിയാൽ നമ്മൾക്ക് അതിനപ്പുറം നമ്മളുടെ അച്ഛനമ്മമാർക്ക് കൊടുക്കാനായിട്ട് വേറെ ഒരു നന്മയില്ല. അപ്പൊ അതുകൊണ്ട് പാരന്റ്സ് ഇത് കേൾക്കുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങളുടെ മക്കളെ നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് RCM-ൽ ഒരു ഐഡി ധൈര്യമായിട്ട് എടുത്തു കൊടുക്കുക. എസ്പെഷ്യലി പെൺകുട്ടികളെ, ആൺകുട്ടികൾക്കും എടുത്തു കൊടുക്കണം, പെൺകുട്ടികൾക്കും. അവരുടെ ലൈഫ് സെക്യൂർഡ് ആവും, അത് ഷുവറാണ്. കാരണം ഞാനിത് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ്. കൊറോണ വന്നു, സ്കൂളിൽ ഒത്തിരി ടീച്ചേഴ്സിന്റെ ജോലി പോയി. നല്ല സിൻസിയർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണ ഒരുപാട് ടീച്ചേഴ്സിന്റെ ജോലി പോയി, അവരുടെ വരുമാനം കുറഞ്ഞു. പക്ഷെ എനിക്കൊരു കുലുക്കം ഉണ്ടായില്ല. കാരണം ഞാനൊരു RCM-ൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കറക്റ്റ് 6-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി എന്റെ അക്കൗണ്ടിലേക്ക് പൈസ കറക്റ്റ് ആയിട്ട് വരും. സാലറി കുറഞ്ഞു, ആദ്യം 85% കുറഞ്ഞു, പിന്നെ അത് 75%-ലേക്ക് കുറഞ്ഞു. ഞങ്ങൾ ടീച്ചേഴ്സിന്റെ വർക്ക് ലോഡിന് മാത്രം ഒരു കുറവില്ല. അവിടെ സ്കൂളില് എനിക്കല്ലെങ്കിലും ശരിക്കും ഞാൻ ഇടയ്ക്ക് വിചാരിക്കും, ഞാനൊരു ബംഗാളിയാണോ ഈശ്വര? കാരണം എന്റെ 2 സബ്ജക്റ്റും ഒരുമിച്ച് എടുക്കുന്നത് കൊണ്ട് ഒരു സമയത്തും എനിക്ക് ഫ്രീ പീരീഡ് കിട്ടാറില്ല.
അതിന്റെ ഒപ്പം മോർണിംഗ് ക്ലാസ്സും ഈവനിങ് ക്ലാസ്സും ചില സമയത്ത് വന്നു കഴിയുമ്പോൾ എങ്കിലും സന്തോഷത്തോടുകൂടി ഞാൻ എടുക്കും. കാരണം കുട്ടികളുടെ ഭാവിനെ ചൊല്ലി ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ നല്ല രീതിയിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല. ഞാൻ അതും അതിന് കുട്ടികളെ പഠിപ്പിക്കും. ഒപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ്സ് ഉണ്ടെങ്കിൽ മീറ്റിങ്ങിന് ഞാൻ പോകും. എന്റെ 2 കുഞ്ഞു മക്കളെയും കൊണ്ടാണ് ഞാനിപ്പോ മീറ്റിംഗ്സിന് പോവാറ്. ഞാൻ അവരെ അങ്ങനെ വീട്ടിൽ നിർത്താറില്ല. കൂടെ ഞാൻ കൊണ്ടുപോകും. അവരും RCM കേട്ട് വളരട്ടെ, അതിനു വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുപോകണേ. അപ്പോ ടീച്ചിങ്ങിന്റെ ഒപ്പം തന്നെ RCM കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പൊ ആ ഒരു സന്തോഷം എനിക്ക് RCM പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉയർന്നു വലുതാവാനായിട്ട് പറ്റുമോ ആ ഒരു രീതിയിലേക്ക് നമുക്ക് പടർന്ന് പന്തലിക്കാനായിട്ട് ഫലം കൊടുക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം. അപ്പോ അതില് എനിക്ക് സന്തോഷം. എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി ലേഡീസ് ഉണ്ട്. അവരുടെയൊക്കെ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വേറെ എങ്ങൊന്നും കിട്ടില്ല. ഈ ഒരു കോവിഡിന്റെ സമയം വന്നപ്പോ ജോലി പോയപ്പോ ഞാന് ഒരു 500 രൂപ പോലും സ്കൂളിൽ നിന്ന് ഒരു ഇൻസെന്റീവ് കൊടുക്കാത്തൊരവസ്ഥയിൽ ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെ ഞാൻ RCMലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു. എനിക്ക് തോന്നുന്നു RCMൽ കൂടെ ഇപ്പോ അന്ന് ജോയിൻ ചെയ്ത കുറച്ച് നാളുകളായിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട് അവർക്ക് ഒരു 1000 രൂപയുടെ മേലെങ്കിലും ഒരു മാസം നേടിക്കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റി. അതിന് ഞാൻ സർവേഷിനോട്, RCM തന്ന ചാബ്രാജിനോടും നമുക്ക് പരിചയപ്പെടുത്തി തന്ന മൂത്ത് സാറിനോടൊക്കെ ഞാൻ നന്ദി പറയാം. കാരണം ഒരാളുടെ ലൈഫിൽ വെളിച്ചാവാൻ പറ്റുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ഒരു അവസരം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറും. ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കലെങ്കിലും. വേറെ ആർക്കും അവസരം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ RCMകാർക്ക് നമുക്ക് ഏറ്റവും നല്ലൊരു അവസരം കൊടുക്കാനായിട്ട് ഇവിടെ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ അവസരങ്ങൾ നമ്മൾ ഒരിക്കലും ആരിലേക്കും ഷെയർ ചെയ്യാതിരിക്കരുത്. നമ്മൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഇനി ഫസ്റ്റത്തെ കാര്യം ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു RCM എന്ന് പറയുന്നത് ഒരു RCMലെ സക്സസ്ഫുൾ ആവണ ഓരോ ലേഡീസും അതിൽ മാസ്റ്റേഴ്സ് ആണ്. മാസ്റ്റേഴ്സ് ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് മാസ്റ്ററിയാണ്. മാസ്റ്റർ ആയിട്ട് നമ്മൾ മാറുന്നതിന്റെ റീസൺ വേറെ ഒന്നുമല്ല. എസ്പെഷ്യലി ജെൻസ് ആണെങ്കിൽ അവർ ഹണ്ടേഴ്സ് ആണെന്ന് പറയും. അവര് എരേനെ ഇങ്ങനെ ചാടി പിടിച്ച് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവര് ബിസിനസ്സിലേക്ക് തന്നെ നേരെ പോകും. പക്ഷെ നമ്മള് കുറച്ചും കൂടെ ഒന്ന് ഒരു നാക്കിലാണ് നമ്മൾ പോവുക. കാരണം നമ്മൾ കളക്ടേഴ്സ് ആണ്. ലേഡീസ് കളക്ടേഴ്സ് ആണ്. കാരണം എന്താ കളക്ടേഴ്സ് എന്ന് പറയണത്? നമ്മള് എന്താണോ നമ്മളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മനസ്സിലാക്കി നമ്മൾ നയപരമായിട്ടാണ് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുക. നല്ല സാധനമാണെന്ന് നമ്മൾ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മൾ കയ്യിൽ ഒരു ടിന്ന് കരുതിയാൽ നമുക്കത് നമ്മളുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നയപരമായിട്ടാണ് ലേഡീസ് RCMൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന എന്ത് കാര്യവും നമ്മൾക്ക് സക്സസ്ഫുള്ളിലേക്ക് നമുക്ക് ഉയർന്ന രീതിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലേഡീസ് ആർ ദ കളക്ടേഴ്സ് വൈൽ ജെൻസ് ആർ ദ ഹണ്ടേഴ്സ്. അവർ ചാടി പിടിക്കുമ്പോൾ നമ്മൾ പതുക്കെയാണ് ഒരാളെ കൊണ്ടുവരുന്നെങ്കിലും ആ കൊണ്ടുവരുന്ന ആൾ അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ സ്കിൽ വെച്ചിട്ട് ലേഡീസ് ആ ഒരു ലിവറേജ് അനാലിസിസ് ആണ്. ഒരു ലിവറേജ്, അതായത് ഒരു സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ നോക്കുക. നമ്മള് ഒരേ ആളുകളുടെയും ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ആവശ്യം എന്താണ് നമ്മൾ നോക്കുന്ന ആളുകളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ലേഡീസ് ആണെങ്കിൽ എസ്പെഷ്യലി ഒരു 18 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളാണെങ്കിൽ നോക്കുക അവരുടെ സ്കിന്ന് നല്ലതാണോ, മുടി നല്ലതാണോ, ഇതൊക്കെ നോക്കുക. ജസ്റ്റ് ഒന്ന് അടിമുടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കണ്ണിലേക്ക് നോക്കി അറിയാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. എല്ലാം നമ്മളുടെ ജീവൻ സംരക്ഷിക്കാനായിട്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതിൽ ഏതാണോ നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്ക് ആവശ്യമുള്ളത് നമ്മൾ കുറച്ചു നേരം അവരെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെപ്പറ്റി പറയുക. ഇന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഒരു ഡിസ്പ്ലേ വാൾ ഇനോഗ്രേറ്റ് ചെയ്തിട്ട് വരുന്ന വഴിയാണ് അപ്പോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ എൻ്റർ ചെയ്യണത്. അപ്പൊ ഇന്ന് ഡിസ്പ്ലേ വാളിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് വന്നിരുന്ന ലേഡീസ് എല്ലാവരും അവരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരാൾ ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ഒരു ലേഡി. അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മാഡത്തിന് വിസറൽ ഫാറ്റ് കൂടുതലാണ്. അപ്പോ മാഡം തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മളുടെ ടൂളൊന്ന് ജസ്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കാം. പക്ഷെ ടൂള് എടുത്ത് കാണിക്കാനുള്ള സമയം കാരണം ഉണ്ടായിരുന്നില്ല, പ്രോഗ്രാമിലേക്ക് ഓടി എത്തേണ്ടത് കാരണം. എങ്കിലും ഞാൻ പറഞ്ഞു വിസറൽ ഫാറ്റ് കൂടുതലാണ് മാഡത്തിന്, ഞങ്ങൾ ഒരു ബോഡി സ്കാനിങ് ചെയ്തു തരാം, എന്നിട്ട് മാഡത്തിന് പറഞ്ഞു തരാം, മാഡം അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് വിസറൽ ഫാറ്റ് കൂടുതലാണ്. ഷീസ് ആക്സെപ്റ്റഡ്.
ഷീസ് ആക്സെപ്റ്റിംഗ് ദാറ്റ്. അതായത് അവർക്ക് ഉണ്ട്, നല്ല ഫാറ്റിയാണ്, അപ്പൊ അവർക്ക് വിസറൽ ഫാറ്റ് ഉണ്ട്, വിസറൽ ഫാറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കാനായി പറ്റും. നമ്മൾ നമ്മുടെ സ്കിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യിക്കുക. അപ്പൊ ആദ്യം പറഞ്ഞത് നമ്മൾ കളക്ടേഴ്സ് ആണ്, നമ്മളുടെ ആ ഒരു നോളജ് എന്താണെന്നുള്ളത് നമ്മളത് കൂടുതൽ മാക്സിമം അതിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ സ്കില്ല് യൂസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നമ്മളിവിടെ സെല്ല് ചെയ്യല്ല, നമ്മളിവിടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം ഒരു സ്ത്രീക്കും ഒരിക്കലും സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. നോക്കൂ, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിലും അതൊരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മുടെ ഫാമിലിയിൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ അടുത്ത് ആയിക്കോട്ടെ, എല്ലാവർക്കും ആ ഒരു സപ്പോർട്ട് സിസ്റ്റം സപ്പോർട്ടീവായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു തരും. അപ്പൊ സക്സസ്ഫുൾ വിമണിന് വേണ്ടുന്ന 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മളൊരു കളക്ടർ ആയിരിക്കുക, കാരണം നമ്മളൊരു മാസ്റ്റർ ആയിട്ട് മാറുക. രണ്ടാമത്തത്, നമുക്ക് സ്കിൽ ഓറിയന്റഡ് ഒരു ലിവറേജ്, നമ്മുടെ സ്കില്ല് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മളൊരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരിക്കലും ചില ഇതിൽ പറയില്ലേ, പാട്ടിൽ പറയില്ലേ, ആർക്കും ഇതിനെ തടുക്കാനാവില്ല എന്ന്. അതുപോലെ നമ്മളെ ആർക്ക് തടുക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവില്ല. നമ്മൾക്ക് എല്ലാവരുടെയും കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം RCM. എല്ലാ ദിവസവും പ്രോഗ്രാം 11 മണിയുടെ പ്രോഗ്രാംസ് കേൾക്കുക. കിട്ടുന്ന ക്ലാസ്സുകൾ എന്താണ്, യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് അവൈലബിൾ ആണ്. ഓരോ ദിവസവും നമ്മളുടെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തികളിലേക്ക് നമ്മൾ അത് എത്തിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഒരു കുടുംബത്തിനെ കൈപിടിച്ച് കൊണ്ടുവരേണ്ടതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോ ഈ ഒരു അവസരം എന്താണെന്നുള്ളത് പുതിയതായിട്ടുള്ള ആളുകളിലേക്ക് എല്ലാ ദിവസവും നമ്മൾ പറയുക. എല്ലാ ദിവസവും നമ്മളുടെ അടുത്ത് പറയാറുണ്ട് ലീഡേഴ്സ്, എത്രത്തോളം ആളുകൾ ഇത് പറയുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഇനി പറയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ മാക്സിമം എല്ലാവരിലേക്കും RCM പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് ഉറച്ചു നിന്നുകൊണ്ട് നിൽക്കുക. കാരണം നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം അത്ര മനോഹരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകൾ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം ലേഡീസിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് നമ്മളുടെ അഖില മേഡവും മൂർത്തി സാറും കൂടെ ക്രിയേറ്റ് ചെയ്ത്, എസ്പെഷ്യലി കേരളത്തിലെ പെൺസിംഹങ്ങളെ എല്ലാവരെയും ആഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗ്രൂപ്പില് നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള സ്കില്ലുകൾ എന്താണോ, നമ്മൾ പുതിയ ജോയിനിങ് കൊണ്ടുവരുമ്പോൾ അത് വിമൺ എംപവർമെന്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ആരും അതിൽ കമന്റ് ചെയ്യാതിരിക്കരുത്, മടിച്ചു മാറി നിൽക്കരുത്. അത് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ്. അവിടെ എന്ത് സംശയം ഉണ്ട് എന്നാണെങ്കിലും, നമ്മൾക്ക് എന്ത് പ്രൊമോഷൻ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിലും അത് നമ്മളൊരു ടീമായിട്ട് തന്നെ, അത് വേറെ ടീം ആയിട്ട്, ലേഡീസ് ടീമായിട്ട് തന്നെ നിന്നുകൊണ്ട് മുന്നോട്ട് പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് സജഷൻ വേണമെങ്കിലും ആ ഗ്രൂപ്പിൽ ഇടാം. എന്തെങ്കിലും ഫീഡ്ബാക്കുകളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ അത് നമുക്ക് കാണാനായിട്ട് നമ്മുടെ സ്റ്റാർ റൂബി അഖില മേഡം അവിടെ ഉണ്ട്. അപ്പൊ മാഡം എന്തായാലും നല്ല ഗൈഡൻസ് തരും. അതുപോലെ തന്നെ ഉള്ളവരെല്ലാവരും അതിനകത്ത് അഡ്മിൻ ആയിട്ടുള്ള എല്ലാവരും എല്ലാ അച്ചീവേഴ്സ് ആണ്. അപ്പോ അതുകൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ മാക്സിമം നമ്മളുടെ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകളും അതുപോലെ ലേഡീസ് വിമൺ എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. കാരണം നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന അവസരം ഒത്തിരി ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. എസ്പെഷ്യലി ഒരു ഒരു പുരുഷനെ സംബന്ധിച്ചാണെങ്കിൽ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ കാര്യം ഒരു സ്ത്രീക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് അവനവൻ ഉള്ളിലെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ഇഷ്ടിക കഷ്ണങ്ങളും നമ്മൾ സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് എടുക്കുക. ഏറ്റവും തിളച്ച ചായയിലേക്ക്, ഏറ്റവും തിളച്ച ഒരു വെള്ളത്തിലേക്ക് ടീ ബാഗ് ഇടുമ്പോഴാണ് അത് എന്തായിട്ട് മാറുക, കടുപ്പമുള്ളതായിട്ട് മാറുക. അപ്പോൾ നമ്മൾ ആ തിളച്ച വെള്ളത്തിലേക്ക് വീണ ടീ ബാഗ് പോലെ തന്നെ ആയിരിക്കുക. നമ്മൾ എപ്പോഴും കടുപ്പമുള്ളതായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോവുക. ഇവിടെ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ. തുടക്കത്തിലെ മൂർത്തി സാറ് പറഞ്ഞു, നമ്മളുടെ മേരി ബേട്ടി മേരി അഭിമാൻ, പെൺകുട്ടികൾ നമ്മുടെ അഭിമാനം തന്നെയാണ്. എസ്പെഷ്യലി RCMലേക്ക് നിങ്ങൾ പാരന്റ്സ് ഓരോരുത്തരും പെൺകുട്ടികളെ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് നാളെ ഏറ്റവും വലിയൊരു അഭിമാനമായിട്ട് മാറും. അത് ഷുവറാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ പാരന്റും എടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി, എസ്പെഷ്യലി പെൺകുട്ടികളുടെ പാരന്റ്സ് ആണെങ്കിൽ, നിങ്ങൾ അവർക്ക് ഉടനെ തന്നെ, ഇതുവരെ മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരു പാരന്റ് ആണെങ്കിൽ ഉടനെ തന്നെ അവർക്ക് RCMൽ ഒരു മെമ്പർഷിപ്പ് എടുത്തു കൊടുക്കുക. 3 ന്യൂട്രിചാർജ് വിമൺ ഒരുമിച്ച് പർച്ചേസ് ചെയ്തുകൊണ്ടാവട്ടെ അവരുടെ മെമ്പർഷിപ്പ്. കാരണം ന്യൂട്രിചാർജ് വിമൺ അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നോക്കൂ, എന്റെ സ്കിന്ന് ഇത്രയും ഗ്ലേസിംഗ് ആയിട്ടിരിക്കുന്നത് ഞാൻ ഒരു ന്യൂട്രിചാർജ് വിമൺ ആയതുകൊണ്ട് തന്നെയാണ്. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കുന്ന ന്യൂട്രിചാർജ് വിമൺ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് വരെ ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഐ എം എ ന്യൂട്രിചാർജ് വിമൺ, എനിക്ക് ധൈര്യമായിട്ട് പറയാം. അതുകൊണ്ട് മേരാ ചാർജ് ന്യൂട്രിചാർജ് എന്ന് ഞാൻ പറയും.
ഇത് ആർക്ക് വേണമെങ്കിലും നമ്മൾക്ക് കൊടുക്കാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഹോർമോണൽ ഇംബാലൻസുകൾക്ക്, നമ്മളുടെ മുടി നല്ലതാവാനായിട്ട്, നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്, നമ്മുടെ തൈറോയിഡ്, ഹൈപ്പോ തൈറോയിഡ് ഉള്ള ആളുകൾക്ക് ഹൈപ്പോ തൈറോയിഡ് മാറാനായിട്ട്, നമ്മൾക്ക് മെന്റൽ അലേർട്ട്നെസ് ഉണ്ടാവാനായിട്ട്, ഉറക്കക്കുറവ് മാറാനായിട്ട്, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഫാറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഒക്കെ. ഒരു സ്ത്രീനെ സംബന്ധിച്ചാണെങ്കിൽ സ്കിന്ന് നന്നായിട്ടിരിക്കുക എന്നുള്ളതാണ് സൗന്ദര്യത്തിന് അവർ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കും. നമ്മളെപ്പോഴും സുന്ദരികളായിട്ടിരിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ആ ന്യൂട്രിചാർജ് വിമൺ. ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല. കാരണം ന്യൂട്രിചാർജ് വിമൺ എന്ന് പറയുന്നത് ന്യൂട്രിചാർജ് വിമൺ തന്നെയാണ്. കാരണം എസ്പെഷ്യലി ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക്, എസ്പെഷ്യലി പെൺകുട്ടികൾക്കും ലേഡീസിനാണെങ്കിലും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. അവരുടെ ലൈഫിൽ തന്നെ അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ 3 ന്യൂട്രിചാർജ് വിമൺ നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാർ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു റൂബി എങ്കിലും ആവാനായിട്ട്, നല്ല വരുമാനം, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനായിട്ടുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. ഞാൻ ഇനിയൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് ഞാൻ എല്ലാവരുടെയും മുന്നിൽ എനിക്ക് നല്ല രീതിയിൽ എന്റെ ഫാമിലിയോട് കൂടെ എൻജോയ് ചെയ്ത് സന്തോഷത്തോടു കൂടെ അവർക്ക് സപ്പോർട്ട് കൊടുത്തോണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള എത്ര ലേഡീസ് ഈ കൂട്ടത്തിലുണ്ട്? 158 പേരുണ്ട്. യെസ്. എന്നും നമ്മളുടെ വീട്ടുകാർ ആലോചിച്ച്, അതുപോലെ നമ്മളെ പറ്റി അഭിമാനിക്കുന്ന നിമിഷം എല്ലാവരും ഒന്ന് മൈൻഡിലൊന്ന് കണ്ടു നോക്കുക. നമ്മളെ പറ്റി ഓർത്ത് നമ്മളുടെ കുടുംബം, നമ്മളുടെ പരിചയമുള്ള ആളുകളൊക്കെ അത് എന്റെ ഫ്രണ്ടാണെന്ന് പറയാനായിട്ട് കൊതിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അത് എന്റെ വൈഫ് അവള് ഇതിലൊരു അച്ചീവറാണ്, ആർസിഎമ്മിലൊരു അച്ചീവറാണ്. അതുപോലെ എന്റെ മകളാണ് ആയിരുന്നു സംസാരിക്കുന്നത്, എന്റെ അച്ഛൻ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും. അതുപോലെ ഓരോ പാരന്റ്സും ആർസിഎമ്മിൽ മക്കളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഓരോ പാരന്റ്സ് വിചാരിക്കുന്നുണ്ടാവും, അയ്യോ എന്റെ മകൾ ആ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞപ്പോൾ അവളെ കാണാൻ എത്ര ആളുകളുണ്ട്. അപ്പോ നമുക്ക് തന്നെ അഭിമാനിക്കാം. അപ്പോ എനിക്ക് തോന്നുന്നു, നോക്കൂ എത്ര പേരാണ് കൈ ഉയർത്തിയിരിക്കണേ. നിങ്ങൾ എല്ലാവരും ആർസിഎമ്മിൽ അച്ചീവേഴ്സ് ആവും, ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. മക്കൾക്ക് പുതിയ ജോയിനിങ്സ് നമ്മൾ കൊണ്ടുവരാനായിട്ട് നോക്കുക. അതെല്ലാം ആ ലേഡീസ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇനിയും ആരെങ്കിലും ലേഡീസ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകൾ ഉണ്ടെന്നാണെങ്കിൽ നമ്മളുടെ ലീഡേഴ്സിന്റെ അടുത്ത് നിന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവര് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്, എസ്പെഷ്യലി ഫോർ പ്രഷ്യസ് റോസസ്. ആർസിഎം റോസസ് എന്നാണ് ആ ഗ്രൂപ്പിന്റെ പേര് തന്നെ. അപ്പൊ എല്ലാവരും നല്ല വിടർന്ന് നിൽക്കുന്ന റോസാ പുഷ്പങ്ങൾ കണക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ എല്ലാവരും അതിലേക്ക് വരിക. 3 ന്യൂട്രിചാർജ് വിമൺ ഒരുമിച്ച് മേടിച്ചു കഴിഞ്ഞാലുള്ള ഗുണം സാർ നേരത്തെ പറഞ്ഞു, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാണ്. 3 ന്യൂട്രിചാർജ് വിമൺ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ, അത് എസ്പെഷ്യലി ഫെബ്രുവരി 7 തുടങ്ങി മാർച്ച് 31 വരെ വരുന്ന പുതിയ ജോയിനിങ്സിലുള്ള ലേഡീസിന് വേണ്ടിയിട്ടാണ്. 18 വയസ്സ് തുടങ്ങി 35 വയസ്സിലുള്ള പെൺകുട്ടികൾ, ലേഡീസ് അതിലേക്ക് വന്ന് ഈ ഒരു 3 ന്യൂട്രിചാർജ് വിമൺ ഒരുമിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ലക്കി ഡ്രോയിലേക്ക് അവർ ക്വാളിഫൈ ആവും. ലക്കി ഡ്രോയിലേക്ക് ക്വാളിഫൈ ആകുമ്പോൾ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1,51,000 രൂപയുടെ വിലയുള്ള ഒരു ഗോൾഡിന്റെ നെക്ലസ് പ്ലസ് ഇയറിംഗും കൂടെ ഉള്ള ഒരു സെറ്റാണ്. രണ്ടാമത് നമ്മളെ കാത്തിരിക്കുന്നത് ഒരു ഡയമണ്ട് നെക്ലസിന്റെ, അതും 1 lakh റുപ്പീസിന്റെ ഒരു ഡയമണ്ട് നെക്ലസിന്റെ ഒരു സെറ്റാണ്. മൂന്നാമത്തത് വളരെ മനോഹരമായിട്ടുള്ള 51,000 രൂപ വിലയുള്ള ഒരു സ്റ്റഡാണ്. അതും എനിക്ക് തോന്നുന്നു അത് മിക്കവാറും എല്ലാം കേരളത്തിലേക്ക് തന്നെ വരും സാറേ. കാരണം ഇവിടെ എല്ലാവരും ഉഷാറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പുതിയ നമ്മളുടെ പെൺകുട്ടികളെ ആർസിഎമ്മിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിരിക്കുക. അപ്പൊ അത് മിക്കവാറും നമ്മൾക്ക് തന്നെ കിട്ടുള്ളൂ. പിന്നെ ഒരു 8 പേർക്ക് ഡയമണ്ട് റിങ്ങും കൂടെ, അതും 25,000 റുപ്പീസിന് വർത്ത് ഒരു ഡയമണ്ട് റിങ്ങും കൂടെ നമ്മൾക്ക് ഇവിടെ അവൈറ്റിംഗ് ആണ്. അപ്പം ഇതിനുള്ളൊരു അവസരം, ഒരു ലക്കിടിപ്പിലേക്കുള്ള ഒരു അവസരം നമുക്കുണ്ട്. ഒപ്പം ഹെൽത്ത് ഓക്കെ ആവും, സ്കിൻ ഓക്കെ ആവും, സുന്ദരികളാവുകയും ചെയ്യും മക്കള്. അവർക്ക് ലൈഫ് ടൈമിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൈക്കുമ്പിളിലേക്ക് വെച്ചു കൊടുക്കാണ്. മരണം വരെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു അവസരം പാരന്റ്സ് ആയിട്ട് ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് പാരന്റ്സ് നിങ്ങളെ എല്ലാവരെയും, ആ മക്കളെ എന്നും സ്തുതിക്കും. അപ്പോ ഉടനെ തന്നെ ഒരു ആർസിഎമ്മിൽ ID ഒട്ടും മടി കൂടാതെ എടുത്തു കൊടുക്കുക. ന്യൂട്രിചാർജ് വിമൺ അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാം. അപ്പോ ഇനി കൂടുതലൊന്നും പറഞ്ഞു, ഇപ്പൊ തന്നെ 10 മണിയാവാറായി. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ഒത്തിരി നന്ദി പറയാണ്. എസ്പെഷ്യലി ബിനു സാറിനും എനിക്ക് ആദ്യമേ തന്നെ ഒരു മോട്ടിവേഷൻ തന്നുകൊണ്ട് എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾ, മൂർത്തി സാറ് പറഞ്ഞ നല്ല വാക്കുകൾക്കും പ്രത്യേകം ഞാൻ നന്ദി പറയാണ്. ഇന്ന് എന്നെ കേട്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും ഒറ്റ ഒരു ഡിസിഷൻ എടുക്കുക. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണിത്. നമ്മൾ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എടുക്കേണ്ട ഒരു തീരുമാനം. നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഇത് നമ്മളുടെ ബിസിനസ്സാണ്. അത് ഉള്ളിൽ തട്ടി എല്ലാവരും നെഞ്ചിൽ കൈവച്ചെന്ന് പറയാം, ഇത് എന്റെ ബിസിനസ്സാണ്.
നമ്മളുടെ എല്ലാവരുടെയും ബിസിനസ് ആണ്. ഇത് വിജയിക്കണം. കാരണം നമ്മളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ നന്മ കൊടുക്കാൻ പറ്റിയ ഈ ഒരു പ്ലാറ്റ്ഫോം, ജീവിച്ചിരിക്കുന്ന ഒരുപാട് തെളിവുകൾ ഓരോ ദിവസവും RCMന്റെ പ്ലാറ്റ്ഫോമിൽ ഇന്ന് സെൽസൺ സാർ വന്ന് അഭിപ്രായം പറഞ്ഞു. അതുപോലെ ഓരോ ദിവസവും നമ്മൾക്ക് വരുന്ന ഓരോ അഭിപ്രായങ്ങൾ, ഓരോ പ്രോഗ്രാം നടത്തുന്ന ആളുകൾ എല്ലാവരും ജീവിതത്തിൽ RCM ഏറ്റെടുത്ത വ്യക്തികളാണ്. ആർക്കും അവസരമുണ്ട് ഇറങ്ങി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എല്ലാ ഓഫേഴ്സും നമ്മൾ നേടിയെടുക്കാനായിട്ട് നോക്കുക. എന്തായാലും ഒരു 50 ന്യൂട്രി ചാർജ് വിമൺ എങ്കിലും ഷുവർ ആയിട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഡിജിറ്റൽ ആൽബത്തിൽ ഒരു പ്ലേസ് പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളും ഇതുപോലെ കമ്പനി പറയുന്ന ഓരോ ലെവലിലേക്കും ഉയർന്നു വരാനായിട്ട്, ലേഡീസ് ആയതുകൊണ്ട് അഭിമാനിക്കണം എന്നുള്ള ഒരു ഇത് വരുത്താനായിട്ട്, ജെൻസ് ഇവിടെ നിന്ന് കുശുമ്പൊന്നും കരുതണ്ട. ഞങ്ങൾ ലേഡീസ് എല്ലാവരും പവർഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിലേക്ക് ഉയർന്നു വരും. അതിന് ഇനിയും തീരുമാനം എടുക്കാത്ത ആളുകൾ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമേ ക്ഷമിക്കുക. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ഉറപ്പിച്ച് നിങ്ങളൊരു തീരുമാനം എടുത്ത് ഇറങ്ങുക. കാരണം ഇന്ന് തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് പോലും നല്ല വരുമാനത്തിലേക്ക് എത്താനായിട്ട് പറ്റും. നല്ല വരുമാനത്തിലേക്ക്. ഒന്നും മനസ്സിൽ ഓർക്കേണ്ടത് നമ്മൾ മനസ്സുറപ്പിച്ചിറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ് ബിനു സാറിനും, അതുപോലെ നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള നാരായണ മൂർത്തി സാറിനും, സ്റ്റാർ റൂബി, എനിക്ക് ആദ്യം വെൽക്കം ചെയ്ത MT ബാബു സാറ്, സ്റ്റാർ എമറാൾഡ് അദ്ദേഹത്തിനും, ഒപ്പം ഞങ്ങളുടെ ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള സ്റ്റാർ എമറാൾഡ് ഗിരീഷ് സാറിനും ഒരുപാട് മോട്ടിവേഷൻ സാർ തരുന്നുണ്ട്. അപ്പൊ ഗിരീഷ് സാറിനും, അതുപോലെ തന്നെ രാജൻ സാർ, എന്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം, എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്ന ഡോക്ടർ രാജൻ സാറ്, അതുപോലെ സുജിത് സാറ്, സ്റ്റാർ റൂബി, അദ്ദേഹം ആണെങ്കിലും വളരെ സ്നേഹത്തോടു കൂടി അപ്രോച്ച് ചെയ്യുന്നു. ഈവൻ റൂബി ആയിട്ടുള്ള രഞ്ജിത്ത് സാറ്, ഗോകുമാർ സാറ്. എനിക്ക് ഈ ഒരു നിമിഷത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യാണ്. ഗോകുമാർ സാർ ഒരിക്കലും ഇതുപോലെ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്കറിയില്ല സാർ അന്നത്തെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു തോന്നുന്നു, എന്റെ അച്ഛന് സാറ് അയച്ചൊരു മെസ്സേജ്, യു ഹാവ് ടു ബി പ്രൗഡ് അബൌട്ട് യുവർ ഡോട്ടർ എന്നാണ്. എന്റെ അച്ഛൻ അയച്ചൊരു മെസ്സേജ് ആണത്. അത് എനിക്ക് അച്ഛൻ അത് കൊണ്ടുവന്ന് തന്നതിനപ്പോ അച്ഛന്റെ കണ്ണ് തിളങ്ങണത് ഞാൻ കണ്ടു. എന്റെ കണ്ണ് നനഞ്ഞു. കാരണം ഒരു മകളായിരുന്നുകൊണ്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയത് അതല്ലേ. നമുക്ക് നമ്മുടെ പാരന്റ്സിനെ സന്തോഷിപ്പിക്കുക നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോ ഏതൊരു രീതിയിലും ഉയർന്നു വരാനായിട്ട് ഗോകുമാർ സാറിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഒപ്പം എമറാൾഡുമാരായിട്ടുള്ള സുരേന്ദ്രൻ സാറുണ്ട്, അതുപോലെ തന്നെ അനിരുദ്ധൻ സാറുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ, വിജയരാജ് സാറുണ്ട്. എല്ലാവർക്കും ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ എന്റെ കൂടെ എന്റെ ഒപ്പം നടക്കണ എന്റെ ടീം മെമ്പേഴ്സ്, അവരെയൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഏത് ടീമിലുള്ള ആളുകളെ ആണെങ്കിലും പൂർണ്ണമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പോ എന്നെ കേട്ടിരുന്നതിന് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. JRCM, ജയ് ഹിന്ദ്. മേര ചാർജ് ന്യൂട്രി ചാർജ്. താങ്ക് യു സാർ. വണ്ടർഫുൾ രമ്യ, വേറൊന്നും പറയാനില്ല. സാറേ ഞാൻ ഒന്നും ഞാൻ നോക്കാതെ, എനിക്കറിയില്ല ഞാൻ എന്താ പറഞ്ഞെന്ന് പോലും എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അത് തന്നെയാണ്, ഒന്നും പ്രിപ്പയർ ചെയ്യാതെ തന്നെ ഇത്രയും പറയാൻ പറ്റുമെങ്കിൽ പ്രിപ്പയർ ചെയ്താൽ പിന്നെ എന്ത് പറയാൻ പറ്റും. യെസ്, റിയലി, തീർച്ചയായിട്ടും രമ്യ പറഞ്ഞത് വളരെ സത്യമാണ്. RCM തുടങ്ങിയിട്ടില്ല. ഒരു നിമിഷം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാനൊരു 5 മിനിറ്റിൽ വീട്ടിലെത്തും. ഓക്കെ, ജസ്റ്റ് ഇൻ 5 minutes. ഓക്കെ. അപ്പോ RCM തുടങ്ങിയിട്ടില്ല എന്ന് ഇപ്പൊ ഇവിടെ രമ്യ പറഞ്ഞു. രമ്യ മാത്രമല്ല, RCMന്റെ ഉപജ്ഞാതാവ് TCGയും പറഞ്ഞത് ഇപ്പോഴും നമ്മളൊന്നും തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോ RCMന്റെ ആദ്യത്തെ കോടിപതിയായ മുകേഷ് കൊട്ടാരി സാറ്, അദ്ദേഹം ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അതിനകത്ത് പറയുന്നത്, ഒരു ലീഡർഷിപ്പ്, ഒരു സക്സസ്ഫുൾ ആയ ലീഡർഷിപ്പ് കൊണ്ടുവരണമെങ്കിൽ അതിന് 17 ഗുണങ്ങൾ ആവശ്യമുണ്ട്. ആ 17 ഗുണങ്ങൾ എന്താണെന്നും അദ്ദേഹം വളരെ സരളമായി ലളിതമായിട്ട് വിശദീകരിച്ചിരിക്കുന്നു. അതിനകത്ത് പറയുന്ന ആ 17 ഗുണങ്ങളും ഓൾറെഡി ഉള്ളവരാണ് സ്ത്രീകൾ. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇതിൽ വളരെ സക്സസ്ഫുൾ ആകാൻ കഴിയും. ഈ ഒരു വിഷയം അഖില നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരിക്കൽ അവതരിപ്പിച്ചിരുന്നു.
ആ 17 പോയിന്റുകൾ എന്തൊക്കെയാണ്? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രമ്യ പറഞ്ഞതിലൊട്ടും അതിശയോക്തിയില്ല. ആളുകളെ കുറ്റപ്പെടുത്തി പറഞ്ഞത്, ഒഴിവാക്കി പറഞ്ഞതല്ല. ഡയറക്ട് മാർക്കറ്റിംഗിന്റെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 60% ഇൻവോൾവ് ചെയ്തിരിക്കുന്നവർ ലേഡീസാണ്, മോർ ദാൻ 60%. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ആളുകളിൽ 38% ലേഡീസാണ്. തീർച്ചയായിട്ടും ഇപ്പൊ കേരളത്തില് രമ്യമാടെ എടുത്തു പറഞ്ഞ നമ്മുടെ സ്ട്രോങ് പില്ലേഴ്സ്, അച്ചീവർമാരായ ആളുകളുടെ ഭാര്യമാരുടെ പേരാണ് പറഞ്ഞത്, അധികം പേരുടെയും. അവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ്, അവരൊക്കെ ശരിക്കും ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നു. ദ പില്ലേഴ്സ്, ഒരു സംശയം വേണ്ട. ആലോചിച്ച് നോക്കുക, നമ്മള് ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ടാക്കുമ്പോൾ, പാലം ഉണ്ടാക്കുമ്പോൾ ആദ്യം പില്ലർ റെഡിയാക്കിയിട്ടാണ് ബാക്കി പണി നടക്കുക. സോ ഇപ്പൊ പില്ലറിന്റെ ക്രിയേഷൻ നടക്കുന്നുള്ളൂ. ഇനിയൊന്നും ആയിട്ടില്ല, പണിയൊന്നും ആയിട്ടില്ല. ഏതായാലും വളരെ സന്തോഷം, വണ്ടർഫുൾ. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ തന്നെ പറഞ്ഞത് എന്താ പറയാ, സത്യമായതുകൊണ്ട് നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല, തിരുത്തേണ്ട കാര്യമില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വന്നാൽ ചിലപ്പോൾ മറന്നുപോയാൽ നമുക്ക് ബ്രേക്ക് വരും. ഇത് നമ്മുടെ അനുഭവം, നമുക്കറിയാവുന്ന കാര്യം. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ആർസിഎമ്മിന്റെ ഉണ്മ, നന്മ. തീർച്ചയായിട്ടും ഇത് ആർസിഎം ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ് എന്ന് പറഞ്ഞത് വളരെ സത്യമാണ്, 100% സത്യമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു പദ്ധതി മേരി ബേട്ടി മേരാ അഭിമാൻ, അതിന്റെ ഒരു വ്യാപ്തി കൂടെ നമ്മൾ മനസ്സിലാക്കണം. അടുത്ത തലമുറ ആരോഗ്യമുള്ളവരായിട്ട് വരണമെങ്കിൽ ഇന്നത്തെ തലമുറയുള്ള സ്ത്രീകളും പെൺകുട്ടികളും ആരോഗ്യമുള്ളവരായിരിക്കണം. അങ്ങനെ ഒരു ചിന്ത ന്യൂട്രിചാർജിനും ആർസിഎമ്മിനില്ലാതെ ഉള്ളവർ വേറെ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഉണ്ടോ? ഗവൺമെന്റ് തലത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? നമ്മൾ ആലോചിച്ച് നോക്കുക. അവിടെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയാൽ എത്ര പേർക്ക് അതിന് ഗുണം കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഇതിന്റെ ഗുണം എത്തിക്കാൻ കഴിയുന്നത് കേരളത്തിലെ സ്ത്രീകൾക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അഭ്യസ്തവിദ്യരാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. അത് ന്യൂട്രിചാർജിന്റെ കണക്കുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഒരു കണക്കൂടെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ന്യൂട്രിചാർജിന്റെ ഒരു ആനുവൽ ഗ്രോത്തിന്റെ കണക്ക് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂട്രിചാർജ് സെയിൽ ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണത്രേ. 32 കോടിയാണ് കഴിഞ്ഞ 10 മാസം കൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ ന്യൂട്രിചാർജിന്റെ സെയില്. സോ തീർച്ചയായിട്ടും ഇന്ന് ഇപ്പൊ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് നോക്കൂ, 178 പേര്, അത്രയാണ് ഞാൻ കണ്ട ഹയസ്റ്റ് നമ്പർ. അത് കൂടുതൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് എല്ലാവർക്കും വലിയ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, എല്ലാവർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ പില്ലറിന്റെ അടിയിലുള്ള എന്താ പറയാ ഒരു ബേസ് മാത്രമേ ആയിട്ടുള്ളൂ. ഈ പില്ലറൊക്കെ കയറി വരാനുള്ള ഈ കാണുന്ന 165 ലേഡീസും ആർസിഎമ്മിന്റെ സക്സസ്ഫുൾ ലീഡേഴ്സ് ആയിട്ട് സ്റ്റേജിൽ കയറി എന്താ പറയാ റൂബിയും സ്റ്റാർ റൂബിയൊക്കെ ആകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം. ഞാൻ 1-2 സ്ത്രീകളെ അവരുടെ ഒരു എന്താ പറയാ അഭിപ്രായം ഒന്ന് പങ്കുവെക്കുന്നതിന് വിളിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതില് നമ്മുടെ കോഴിക്കോട് നിന്നുള്ള ഷൈമ മാഡം ഉണ്ട്. ഷൈമ മാഡം എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. കാരണം ഇതുപോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡറാണ്. ഷൈമ മാഡം കേൾക്കുന്നുണ്ടോ? ഓക്കെ സാർ. GRCM കേൾക്കുന്നില്ലേ സാർ? GRCM സാർ വിളിച്ചതിൽ വളരെ സന്തോഷം. ഒരു നല്ലൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. രമ്യ മാഡം തകർത്തു. എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് മോട്ടിവേഷൻ ആയിരുന്നു. എന്താ പറയാ, ഒരു ഉറച്ചൊരു തീരുമാനം എടുക്കാൻ ശരിക്കും ഇന്നത്തെ ഒരു പ്രോഗ്രാം മിസ് ചെയ്തിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് സ്ത്രീകളെ ഒരു പ്രാധാന്യം ഈ ഒരു ബിസിനസ്സിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ രമ്യ മാഡം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് ഒരു പേരുദോഷം ഉണ്ട് രമ്യ മാഡം. ഒരു സ്ത്രീ നന്നാവുന്നത് മറ്റൊരു സ്ത്രീക്ക് വലിയ പിടിക്കൂലെന്ന്. പക്ഷെ ആർസിഎം ആ ഒരു കാര്യം അതെ അത് ആർസിഎമ്മിലില്ല. ആർസിഎമ്മിൽ നമ്മൾ തിരുത്തി. ഞാൻ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കേട്ടിരുന്ന ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ്. നമുക്ക് ആരെടുത്ത് ഇതൊക്കെ ആർസിഎമ്മിലുള്ള ഗ്രേറ്റ് ലേഡി ലീഡേഴ്സിനെ നമുക്ക് ടീമില്ല, ഒന്നുമില്ല. എവിടെയുള്ള ആളാണെങ്കിലും അത് നമ്മൾ തിരുത്തു ആർസിഎമ്മിലൂടെ. ഓരോ സ്ത്രീ ഉയർന്നു വരുമ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിലേക്ക് ആർസിഎമ്മിലേക്ക് മുന്നോട്ട് വരുന്ന ഓരോ സ്ത്രീകളും അഭിമാനത്തോടു കൂടെ തന്നെയാണ് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു പ്രോഗ്രാം
ചില ദിവസങ്ങളിൽ എനിക്ക് ഇവിടെ നെറ്റ്വർക്ക് കിട്ടില്ല. പക്ഷെ ഇന്ന് ഫുൾ ടൈം ഒരു വാക്ക്. സാധാരണ നെറ്റ് കിട്ടാറില്ല. ഇന്ന് അഭിപ്രായം പറയാൻ നെറ്റ് കിട്ടിയല്ലോ എന്ന് പറയാൻ വരുമ്പോ നെറ്റ് പോയി. അത് പറഞ്ഞത് നെറ്റ് പോയി. സാർ ഞാനൊരു കണക്ക് കൂടെ പറഞ്ഞോട്ടെ? യെസ് യെസ് യെസ്, പ്ലീസ് പ്ലീസ്. അതായത് കോവിഡിന്റെ സമയം വന്നു, സാലറി എക്സ്ട്രാ ക്ലാസ് എടുക്കുന്നതിന് പൈസ തരില്ല, പേയ്മെന്റ് ഇല്ല. വേണ്ട. കോവിഡിന്റെ സമയം വന്നപ്പോ സാലറി, ഞാൻ പറഞ്ഞു കുറെ ടീച്ചേഴ്സിന്റെ ജോലി പോയി. സാലറി ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് പറഞ്ഞാൽ ശരിക്കും എനിക്ക് കാണാൻ പറ്റി. കാരണം ഒരു സീനിയർ സെക്കൻഡറി ലെവൽ ടീച്ചർ ആണെങ്കിൽ പോലും ക്വാളിഫിക്കേഷൻ ഒന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ CBSE സ്കൂളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സാലറി ഒക്കെ നല്ല സാലറിയാണ്. സാലറി ഉണ്ടായിരുന്നത് എന്തോ അത് എനിക്ക് 22,000 എന്റെ സാലറി പറയാൻ പാടില്ലെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്. അത് ഒരു 18,000ലേക്ക് വന്നു. അത് ഒരു 15,000ലേക്ക് പോയി. അവസാനം എത്തി നിൽക്കണം 13,000 ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾക്ക് ഒരു അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആളുകൾക്ക് RCM പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ഒരു ലെവൽ ഓഫ് ഇൻകം എന്താണെന്ന്. ഇതിങ്ങനെ ഡിക്രീസ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ആ എൻഗ്രാഫ് സാറ് കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ ഇങ്ങനെ, അതായത് ഇവിടെ കുറയുമ്പോ ഇവിടെ ഇങ്ങനെ കൂടി കൂടി കൂടി, ഇവിടെ എഫേർട്ട് കൂടി വരുമ്പോഴും സാലറി കുറയുന്നു. ഇവിടെ വരുമാനം കൂടി, എനിക്ക് ഹയസ്റ്റ് വന്ന വരുമാനം ഈ കോവിഡിന്റെ സമയത്ത് ഇത്രയും സാലറി കുറയണ അവസ്ഥയിൽ എനിക്ക് കിട്ടിയ ഹയസ്റ്റ് വരുമാനം 54,000 എനിക്ക് അഭിമാനത്തോടുകൂടി പറയാം. കാരണം ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണിത്. എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. കാരണം നമ്മൾക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. അത് ഇനി ഒരിക്കലും കുറഞ്ഞു പോകില്ല, അതിന് മേലേക്ക് തന്നെ കയറിപ്പോളൂ. അപ്പൊ പിന്നെ ഞാൻ വൈ ഷുഡ് ഐ ഡു എ ജോബ്, അത് ഞാൻ തിങ്ക് ചെയ്തു. ഞാൻ ഇനി പുറകോട്ടില്ല, ഞാൻ ഇനി വേറൊരു ജോലിക്കും ഇല്ല. ഇനി വേറൊരു ജോലിക്ക് എന്നെ വിളിച്ചാൽ കിട്ടത്തുമില്ല. ഞാൻ ഇനി RCM മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു രമ്യ. ഈ കണക്കും വളരെ അർത്ഥവത്താണ്, ഇപ്പോൾ അത്യാവശ്യമായിരുന്നു. ഓക്കെ.